വർഷം മുന്നേ നടന്ന ഒരു ഫ്ലാഷ് ബാക്ക് കാണിച്ചുകൊണ്ടാണ് 5ാമത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മിന്യോക്ക് ട്രാൻസ്ഫർ ആയതിന്റെ ആദ്യ ദിവസം തന്നെ അവള് നൈറ്റ് ഡ്യൂട്ടി ഏറ്റെടുത്തിരിക്കുവാണ്. ആ കാര്യം പറഞ്ഞ് അവളുടെ കൊളീഗ് അവളെ പ്രശംസിക്കുകയും ചെയ്യുന്നുണ്ട്. മിന്യോക്ക് ഇവിടെ അത്ര വലിയ കേസൊന്നും ഉണ്ടാവാറില്ലാന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറയുന്നതും കൊളീഗ് ദയവ് ചെയ്ത് അത് മാത്രം പറയരുത്, എപ്പോഴൊക്കെ കേസ് ഉണ്ടാവാറില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ അപ്പോഴൊക്കെ എന്തേലും പ്രശ്നം ഉണ്ടാവാറുണ്ട്, അതുകൊണ്ട് കേസൊന്നും ഇല്ലാന്ന് പറയരുത് എന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. ആ കാര്യം പറഞ്ഞ ഒരു മിനിറ്റ് പോലും കഴിയുന്നില്ല, അതിനു മുന്നേ ക്രൈം നടന്നു എന്ന് റിപ്പോർട്ട് കിട്ടുവാണ്. സോ അവര് രണ്ടുപേരും ക്രൈം സീനിലേക്ക് പോകുന്നു. അങ്ങനെ ഫസ്റ്റ് ഡേ തന്നെ ക്രൈം സീനിലേക്ക് എത്തുന്ന മിന്യോക്ക് കാണുന്നത് ഒരു ഡെഡ് ബോഡിയാണ്. ഫേസ് കാണുന്നില്ല, കൈയാണ് കാണുന്നത്. കുറ്റവാളി എന്ന് സംശയം തോന്നിയ ആളെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. അയാളുടെ ഫേസ് കാണുന്നതും മിന്യോക്ക് ഷോക്കായി പോകുവാണ്. ഷോക്ക് ആവുന്നു എന്ന് മാത്രമല്ല, അയാൾ തന്നെ കാണാതിരിക്കാൻ വേണ്ടി മിന്യോക്ക് ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അറസ്റ്റ് ചെയ്യപ്പെട്ട സസ്പെക്ട് ഡ്രഗ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരു സ്ത്രീയെ കുത്തി കൊല്ലുകയായിരുന്നു. ഇതൊക്കെ കാണുന്ന മിന്യോക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാത്ത അവസ്ഥയിൽ നിൽക്കുവാണ്. അവൾ ഇത്രയ്ക്ക് ഹെൽപ്ലെസ് ആയി നിൽക്കാൻ കാരണം സസ്പെക്ട് അവളുടെ ബ്രദർ ആണ്. യൂസ് ചെയ്ത ഡ്രഗിന്റെ ഹാങ് ഓവർ മാറുന്നതും ബ്രദർ അവളോട് ഇതൊന്നും ഞാനല്ല ചെയ്തത്, കേസ് അന്വേഷിച്ചാൽ നിനക്കത് കണ്ടുപിടിക്കാൻ പറ്റില്ലേ എന്ന് ചോദിച്ച് നീ എന്നെ ഇങ്ങനെ നോക്കുന്നേ, ഞാനാണ് അവളെ കൊന്നതെന്നാണോ നീ വിചാരിക്കുന്നേ, ഞാൻ എന്തിനാ അത് ചെയ്യുന്നേ എന്ന് ഷൗട്ട് ചെയ്തുകൊണ്ട് ചോദിക്കുന്നു. മിന്യോക്ക് മരിച്ച വിക്ടിമിന്റെ ബോഡിയിലും കൊല്ലാൻ ഉപയോഗിച്ച കത്തിയിലും നിന്റെ ഫിംഗർ പ്രിന്റ് ഉണ്ട്, നീ ഡ്രഗും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് മാത്രമല്ല ഇതിനു മുന്നും മോഷ്ടിച്ചത് കാരണം നീ ജയിലിൽ കിടന്നിട്ടുണ്ടായിരുന്നില്ലേ, അതായത് നിനക്ക് ക്രിമിനൽ റെക്കോർഡ് ഉണ്ടെന്നാണ് അർത്ഥം. ഇത്രയൊക്കെ തെളിവുകളുള്ള സ്ഥിതിക്ക് ഞാൻ അന്വേഷിച്ചാലും നീ തന്നെയാണ് കുറ്റവാളി എന്നേ പറയത്തുള്ളൂ എന്നെല്ലാം പറഞ്ഞ് പിന്നെ നീ ചോദിച്ചില്ലേ നീ എന്തിനാ ഇത് ചെയ്യുന്നേന്ന്, അത് തന്നെയാണ് എനിക്കും ചോദിക്കാനുള്ള, എന്നോടും അമ്മയോട് നീ എന്തിനാ ഇത് ചെയ്യുന്നേ എന്ന് ഷൗട്ട് ചെയ്തുകൊണ്ട് ചോദിക്കുന്നു. തെളിവുകളെല്ലാം എതിരായതുകൊണ്ട് തന്നെ കൊലക്കുറ്റത്തിന് അവളുടെ ബ്രദറിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. അവളുടെ ബ്രദർ കൊന്നത് ജോങ്വുവിന്റെ ഫിയാൻസിയെ ആയിരുന്നു കേട്ടോ. അങ്ങനെ അന്ന് നൈറ്റാണ് ജോങ്വു വന്ന് നീ എന്തിനാ അത് ചെയ്തേന്ന് ചോദിച്ച് പ്രശ്നം ഉണ്ടാക്കുന്നതും ബ്രദറിന്റെ മാസ്ക് കഴിക്കുന്നതും റിപ്പോർട്ടേഴ്സ് ഫോട്ടോ എടുക്കുന്നതും എല്ലാം. ഈ ഒരു കാഴ്ച ദൂരെ നിന്നാണെങ്കിലും മിന്യോക്ക് കാണുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ജോങ്വുവിന്റെ ഫിയാൻസിയെ കൊന്ന കുറ്റത്തിന് ജയിലിലായ ബ്രദറാണ് ഇപ്പൊ മിന്യോക്കിന്റെ മുന്നിലുള്ളത്. മിന്യോക്ക് നീ എന്താ ഇവിടെ ചെയ്യുന്നേ, നീ എന്തിനാ വിക്ടിമായ ജോങ്വുവിനെ ഫോളോ ചെയ്യുന്നേ എന്ന് ചോദിക്കുന്നു. ജോങ്വു കാരണമല്ല എന്റെ ലൈഫ് ഇതുപോലെ നശിച്ചു പോയത്, സോ അവൻ എങ്ങനെയാ ജീവിക്കേണ്ടതെന്ന് കാണാൻ എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അവനെ ഫോളോ ചെയ്തത്. അവൻ കാരണമാണ് ഞാൻ ന്യൂസിലെ ഹെഡ്ലൈൻ ആയത്, ഞാൻ മരിക്കേണ്ട ഒരുത്തനാണെന്ന് എല്ലാവരും പറയാൻ കാരണം അവനാണ്. പ്രോസിക്യൂട്ടേഴ്സും കോടതിയും പോലീസും ഒന്നും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിച്ചില്ല, നിന്നോടും പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല, നീയും അവരുടെ കൂട്ടത്തിൽ പെട്ടതാണ് എന്ന് പറഞ്ഞ് ബ്രദർ അവിടുന്ന് പോകാൻ നിൽക്കുവാണ്. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയതും വിക്ടിമിനെ ഫോളോ ചെയ്യാൻ തുടങ്ങിയത് കാരണം മിന്യോക്ക് ബ്രദറിനെ അറസ്റ്റ് ചെയ്യാനാണ് ട്രൈ ചെയ്യുന്നത്. എന്നാ ബ്രദർ എനിക്ക് കുറച്ചുകൂടെ ടൈം വേണം, ഞാനൊരു കാര്യം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുവാണ് എന്ന് പറഞ്ഞു പോകുന്നു. പോയി എന്ന് പറയാൻ പറ്റില്ല, ഈ സമയത്താണ് അവന്റെ പോക്കറ്റിലുള്ള കത്തി മിന്യോക്ക് ശ്രദ്ധിക്കുന്നത്. അത് ഉപയോഗിച്ച് ജോങ്വുവിനെ ഉപദ്രവിക്കാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് തന്നെ അതിനു വേണ്ടിയുള്ള പിടിവലിയാണ് പിന്നീട് നടക്കുന്നത്. ഇതിനിടയിൽ മിന്യോക്കിന്റെ കൈക്ക് മുറിവ് പറ്റുന്നുണ്ട്. അത് അവൻ പ്രതീക്ഷിക്കാത്ത കാര്യമായിരുന്നു. ആദ്യം ഒന്ന് ടെൻഷൻ ആയെങ്കിലും പിന്നീട് അത് കെയർ ചെയ്യാതെ പോകുവാണ് അവൻ ചെയ്യുന്നത്. ഈ സമയത്ത് ജോങ്വു മിന്യോക്കിന്റെ അടുത്തേക്ക് എത്തുന്നു. തന്നെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ച ആളുടെ മുഖം കണ്ടോന്ന് അവൻ ചോദിക്കുന്നുണ്ട്. നിന്റെ ഗേൾഫ്രണ്ടിനെ കൊന്നത് എന്റെ ബ്രദറായിരുന്നു, എന്റെ ബ്രദറാണ് ഇപ്പൊ നിന്നെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് കാഷ്വൽ ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ലല്ലോ. സോ അവളതിന് ആൻസർ ചെയ്യുന്നില്ല. ഈ സമയത്താണ് മിന്യോക്കിന്റെ കയ്യിലായ മുറിവ് ജോങ്വു ശ്രദ്ധിക്കുന്നത്. അവൻ കൺസേൺ ആയിക്കൊണ്ട് ആ മുറിവ് നോക്കുന്നു. എന്നാൽ അതൊന്നും ട്രീറ്റ് ചെയ്യാൻ പറ്റിയ ഒരു അവസ്ഥയിലല്ല മിന്യോക്കുള്ളത്. സോ അവള് പെട്ടെന്ന് തന്നെ അവിടുന്ന് പോകുവാണ് ചെയ്യുന്നത്. അവള് കാറിലേക്ക് കയറുന്നതിന് മുന്നും ജോങ്വു ആ മുറിവ് നോക്കിക്കൊണ്ട് ഇത് അത്ര വലിയ മുറിവൊന്നും അല്ല, പക്ഷെ ട്രീറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്, ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നു. അവൾ ആ ഷോക്കിൽ നിന്നും റിക്കവർ ആയിട്ടില്ല. എങ്ങനെയും ജോങ്വുവിന്റെ അടുത്ത് നിന്നും മാറി നിൽക്കാനാണ് അവള് നോക്കുന്നത്. മിന്യോക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല, ഒരു ഡിറ്റക്റ്റീവായ എന്റെ മേലെ ഈ മുറിവൊന്നും ഏൽക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് തന്റെ ജാക്കറ്റ് പോലും ജോങ്വുവിന്റെ കയ്യിൽ നിന്ന് വാങ്ങാൻ മറന്ന് പെട്ടെന്ന് തന്നെ അവൾ അവിടുന്ന് പോകുവാണ് ചെയ്യുന്നത്. അവളുടെ സ്വഭാവത്തിൽ പെട്ടെന്നുണ്ടായ മാറ്റം ജോങ്വു ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പൊ ജോങ്വുവും വൂജിനും അവരുടെ ഫ്രണ്ടായ ലോയർ ഇല്ലേ, അവളും കൂടെ ചേർന്ന് നേരത്തെ നടന്ന ഇൻസിഡന്റിന്റെ CCTV ഫുട്ടേജ് ചെക്ക് ചെയ്യുവാണ്. വൂജിനും ലോയറും ഷോക്ക് ആവുന്നു. വൂജിൻ ഇതാരാണെന്ന് നിനക്ക് വല്ല ഐഡിയയും ഉണ്ടോ എന്ന് ജോങ്വുവിനോട് ചോദിക്കുന്നു. ജോങ്വു ഒന്ന് ആലോചിച്ചുകൊണ്ട് അറിയില്ല എന്നാണ് ആൻസർ ചെയ്യുന്നത്. അവരോട് അങ്ങനെ പറഞ്ഞെങ്കിലും അവൻ ചിന്തിക്കുന്നത് തന്റെ ഗേൾഫ്രണ്ടിന്റെ കൊലയാളിയെ കുറിച്ച് തന്നെയാണ്. കൊലയാളി റിലീസ് ആയിട്ടുണ്ടോ എന്ന് അറിയണമല്ലോ, അതിനവൻ പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന് അന്വേഷിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് അന്വേഷിക്കുന്ന സമയത്ത് ഇതുപോലെ ഒരാൾ ജയിലിൽ നിന്നും റിലീസ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന വിവരങ്ങളൊന്നും പെട്ടെന്ന് ഒരാൾക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇതറിയാൻ വേണ്ടി ഇനി വേറെന്തായിരിക്കും വഴി എന്ന് ചിന്തിച്ച് അവൻ കാറിലേക്ക് വരുന്ന സമയത്താണ് മിന്യോക്കിന്റെ ജാക്കറ്റിൽ നിന്നും അവളുടെ ഫോൺ റിങ് ചെയ്യുന്ന സൗണ്ട് അവൻ കേൾക്കുന്നത്. അവൻ ആ കോൾ അറ്റൻഡ് ചെയ്യുന്നു. ഫോണും ജാക്കറ്റും തിരിച്ചു കിട്ടാൻ വേണ്ടി മിന്യോക്ക് തന്നെയായിരുന്നു കോൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഡ്യൂട്ടി കഴിഞ്ഞ് അവൻ വീട്ടിലേക്ക് തിരിച്ചു പോകുവാണ്. സോ അപ്പാർട്ട്മെന്റിന്റെ അഡ്രസ് ആണ് അവൻ അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ അവൾ അങ്ങോട്ടേക്ക് വരുന്നു. ലിഫ്റ്റിലേക്ക് ഒരു ഡെലിവറി മാനും കയറുന്നുണ്ട്. അവൻ ഫോണില് ഡെലിവറി ലേറ്റ് ആയതിന് അവന് നിനക്ക് ഡെലിവറി ഫീ തന്നില്ലേ, അത് നീ ആയതുകൊണ്ടാ, ഞാനെങ്ങാനും ആവണമായിരുന്നു അവരെ കൊന്നേനെ എന്നെല്ലാം ആരോടോ സംസാരിക്കുന്നുണ്ട്. മിന്യോക്ക് അത് കാര്യമാക്കുന്നില്ല. നേരെ ജോങ്വുവിന്റെ റൂമിലേക്ക് പോകുന്നു. ജോങ്വു അവളെ കാണുന്നതും നിന്റെ കൈ എങ്ങനെയുണ്ട്, ഓക്കെ ആണോ എന്നാണ് ചോദിക്കുന്നത്. ആ കുഴപ്പമൊന്നുമില്ല എന്ന് മിന്യോക്കും പറയുന്നു. ജോങ്വു
നിന്റെ കൈ ഞാൻ ഫ്രീ ആയിട്ട് ട്രീറ്റ് ചെയ്ത് തരാം, പക്ഷേ അതിന് പകരമായിട്ട് നീ എനിക്കൊരു ഉപകാരം ചെയ്തു തരുമോ? ഒരാൾ എവിടെയാണെന്ന് എനിക്ക് അറിയണം, അത് എന്നെ കൊണ്ട് മാത്രം പറ്റുന്ന കാര്യമല്ല, പോലീസ് സപ്പോർട്ട് വേണമായിരുന്നു എന്ന് പറയുന്നു. അവൾ അതിനൊരു റിപ്ലൈ കൊടുക്കുന്നതിന് മുന്നേ തന്നെ ആരോ കരയുന്ന സൗണ്ട് കേൾക്കുവാണ്. പിന്നെ അവിടെ ചുമ്മാ നോക്കി നിൽക്കില്ലല്ലോ, നേരെ അങ്ങോട്ടേക്ക് ഓടുന്നു. ലിഫ്റ്റിൽ അവളുടെ കൂടെ ഒരു ഡെലിവറി മാൻ ഉണ്ടായിരുന്നില്ലേ, അവനാകെ പരിഭ്രാന്തിയോടെ പുറത്തേക്ക് ഓടുന്നുണ്ട്. മിന്നൊക്കെ അവനെ ഫോളോ ചെയ്യുന്നില്ല, പകരം ശബ്ദം കേട്ട ഭാഗത്തേക്കാണ് പോകുന്നത്. അവിടെ ഒരു ബോയ് പരിക്ക് പറ്റി നിലത്ത് കിടക്കുന്നുണ്ട്. എന്ത് പറ്റിയതാണെന്ന് മിന്നൊക്കെ ചോദിക്കുന്ന സമയം കൊണ്ട് ജോങ്വോ അങ്ങോട്ടേക്ക് വരുന്നു. കൂടെയുള്ള ഗേൾ ഡെലിവറി മാൻ ചെയ്തതാണെന്ന് പറയുന്നതും മിന്നൊക്കെ പിന്നീട് ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല, നേരെ പുറത്തേക്ക് ഓടുവാണ് ചെയ്യുന്നത്. ഗേൾ ആംബുലൻസിനും പോലീസിനും ഒക്കെ കോൾ ചെയ്യുന്ന സമയം കൊണ്ട് ജോങ്വോ പരിക്ക് പറ്റിയ പയ്യന് ഫസ്റ്റ് എയ്ഡ് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ രക്ഷപ്പെടാൻ ശ്രമിച്ച ഡെലിവറി മാനെ മിന്നൊക്കെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ആ പയ്യന്റെ ഗാർഡിയൻ അവന് പ്ലാസ്റ്റിക് സർജറി ക്ലിനിക്കിലേക്ക് കൊണ്ടുപോകാനാണ് പറയുന്നത്. എന്നാൽ നേരം ഒരുപാട് വൈകിയതുകൊണ്ട് തന്നെ ഒരു ക്ലിനിക്കിലും ഡോക്ടേഴ്സ് അവൈലബിൾ അല്ല. ഇത് കേട്ട് ജോങ്വോ പാരാമെഡിക്സിനോട് ഈ സമയത്ത് പ്ലാസ്റ്റിക് സർജറി ക്ലിനിക്സ് ഒന്നും ഉണ്ടാവാനുള്ള സാധ്യതയില്ല, സോ എന്റെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നേക്ക് എന്ന് പറയുന്നു. ഇപ്പൊ ഇൻവെസ്റ്റിഗേഷനും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ ഗേളിനെയാണ് ആദ്യമേ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അവള് ഞാൻ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിന്റെ ഡെലിവറി ഫീ കൊടുക്കുന്ന സമയത്ത് അറിയാതെ എന്റെ കയ്യിൽ നിന്ന് പണം താഴെ വീണു പോയി, അതാണ് അവനെ ദേഷ്യം പിടിപ്പിച്ചതെന്ന് തോന്നുന്നു. അവൻ പെട്ടെന്ന് വീട്ടിലേക്ക് ഇടിച്ചു കയറി വന്നു. ഞാൻ ഡെലിവറി ചെയ്യുന്നത് കൊണ്ടാണോ നീയൊക്കെ എന്നെ കുറച്ച് കാണുന്നതെന്ന് ചോദിച്ചാൽ അവൻ എന്നെ ഉപദ്രവിക്കാൻ തുടങ്ങി. ഇത് കണ്ടുകൊണ്ടായിരുന്നു മിൻജെ അങ്ങോട്ടേക്ക് വന്നത്. മിൻജയും ഡെലിവറി ഗായും തമ്മിൽ അടിയായി. മിൻജെ മിററിലേക്ക് ഇടിച്ച് അവിടുന്ന് താഴേക്ക് വീഴുമായിരുന്നു. ഗ്ലാസ് എല്ലാം അവന്റെ മേലേക്കായിരുന്നു പൊട്ടി വീണ് എന്ന് പറയുന്നു. മിന്യുക്ക് പരിക്കുപറ്റിയ മിൻജെ എന്ന പയ്യനും അവളും തമ്മിലുള്ള റിലേഷൻ ചോദിക്കുന്നുണ്ട്. കസിൻ ആണെന്നാണ് അവൾ അതിന് റിപ്ലൈ കൊടുക്കുന്നത്. എന്നാൽ ഡെലിവറി ഗായോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. ഞാൻ വീട്ടിലേക്ക് കയറിയപ്പോഴേ അവൻ അതുപോലെ കിടക്കുമായിരുന്നു. അവരെന്നെ കുറ്റപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്, ഞാൻ അല്ല തെറ്റ് ചെയ്തേ. ഡെലിവറി ഗായ് ആയതുകൊണ്ട് തന്നെ എന്നെ ബ്ലെയിം ചെയ്യലല്ലേ ഏറ്റവും ഈസി ആയിട്ടുള്ള കാര്യം, അതാണ് ഇപ്പൊ അവര് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നു. മിന്യുക്ക് ഇത് വിശ്വസിക്കുന്നില്ല. അവന്റെ റെക്കോർഡ്സ് നോക്കി, നീ ഇതിനു മുന്നും ഇതുപോലുള്ള മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടല്ലോ. ഒരു വീട്ടിലേക്ക് കയറി അവിടെയുള്ളവരെ അടിച്ചതുകൊണ്ടായിരുന്നില്ല നീ 6 മാസം മുന്നേ ജയിലിൽ പോയേ. പ്രൊബേഷൻ പീരീഡ് പോലും കഴിഞ്ഞിട്ടില്ല, അതിനു മുന്നേ നീ സെയിം തെറ്റ് തന്നെ ആവർത്തിക്കുവാണോ? നീ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിന്റെ റെക്കോർഡ്സ് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് എന്ന് പറയുന്നു. അത് കേൾക്കുന്നതും ശരിയാ, ഞാൻ ഇതിനു മുന്നേ ഇതേ കുറ്റം ചെയ്തിട്ടുണ്ടായിരുന്നു, ജയിലിലും കിടന്നിട്ടുണ്ടായിരുന്നു എന്ന് കരുതി അന്ന് ചെയ്ത തെറ്റെന്തിനാ ഇന്ന് പറയുന്നേ? അന്ന് ഞാൻ തെറ്റ് ചെയ്തിരുന്നു എന്നല്ലാതെ ഇന്ന് ഈ സംഭവത്തിൽ എന്തെങ്കിലും ഒരു കാര്യം എനിക്കെതിരെ നിങ്ങൾക്ക് തെളിവായിട്ട് കിട്ടിയിട്ടുണ്ടോ? ഒരു തവണ ഞാൻ പ്രശ്നം ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് എപ്പോഴും ഞാൻ അതേ പ്രശ്നം ഉണ്ടാക്കും എന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ അവിടെ നിന്ന് ഓടിപ്പോയത്. ഇത് എന്റെ തലയിലേ വരുമെന്ന് എനിക്ക് അറിയായിരുന്നു. ഞാനൊക്കെ ഇനി എത്ര സത്യസന്ധമായി ജീവിച്ചിട്ടുണ്ടെങ്കിലും ഒരു കാര്യവും ഇല്ല. എന്ത് പ്രശ്നം നടന്നാലും അതിൽ ഞങ്ങളെ പോലുള്ളവർക്ക് യാതൊരു പങ്കും ഇല്ലെങ്കിലും ഞങ്ങളെ ആയിരിക്കും നിങ്ങളൊക്കെ പിടിച്ച് അകത്തിടാൻ പോകുന്നത് എന്നൊക്കെ ഡെലിവറി ഗായ് ദേഷ്യത്തോടെ ഷൗട്ട് ചെയ്യുന്നു. ചെയറും വലിച്ചെറിയുന്നുണ്ട്, പിന്നെയും പിന്നെയും ചീത്ത പറയുകയും ചെയ്യുന്നുണ്ട്. മിന്യുക്ക് ഇതെല്ലാം നോക്കിയിരിക്കുവാണ്, റിയാക്ട് ചെയ്യുന്നില്ല. പിന്നീട് കങ്ങോ വന്ന് ഡെലിവറി ഗായെ പിടിച്ചു വെക്കുവാണ് ചെയ്യുന്നത്. അവനെ ക്വസ്റ്റ്യൻ ചെയ്തതിനു ശേഷം മിന്യുക്കിന് ഓർമ്മ വരുന്നത് അവളുടെ ബ്രദറിനെയാണ്. അവളുടെ ബ്രദറും കുറ്റം നിഷേധിക്കുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ അല്ലാതെ ചെയ്തത് ഞാൻ എന്തിനാ അത് ചെയ്യുന്നത് എന്നായിരുന്നു അവളുടെ ബ്രദർ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെയാണ് ഇപ്പൊ ഈ ഡെലിവറി ഗായും ബിഹേവ് ചെയ്യുന്നത് എന്ന് മിന്യൊക്കെ ഓർക്കുന്നു. ഇവിടെ ഹോസ്പിറ്റലിൽ ജോങ്വോ മിൻജയെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, എന്നാൽ താടിയുടെ ഭാഗത്തെ മുറിവ് കുറച്ച് ഡീപ്പാണ്. കൂടാതെ ഒരു സർജറിയുടെ ആവശ്യവും ഉണ്ട്, അതുകൊണ്ട് അഡ്മിറ്റ് ചെയ്തേക്കുവാണ്. മിൻജയുടെ മുഖത്ത് മാത്രമല്ല പാടുകളുള്ളത്, അവന്റെ കയ്യിലും വേറെ പാടുകളുണ്ട്. അത് ജോങ്വോ ശ്രദ്ധിക്കുന്നുണ്ട്. അടി കൊണ്ടതിനു ശേഷം ഉണ്ടാവുന്ന പാടുകളാണെന്ന് അവന് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ച് ആലോചിച്ചാണ് അവൻ റൂമിന് വെളിയിലേക്ക് വരുന്നത്. അവിടെ മിൻജയുടെ കസിൻ ജോങ്വുവിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അവന് ഓക്കെ ആണോ, മുഖത്തിന് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് കൺസേൺ ആയിക്കൊണ്ട് ചോദിക്കുന്നു. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷെ ഒരു സർജറിയുടെ ആവശ്യമുണ്ട് എന്ന് കരുതി ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല, അത്ര കോംപ്ലിക്കേറ്റഡ് അല്ല എന്നാണ് അവൻ പറയുന്നത്. കസിൻ പാരാമെഡിക്സ് അവൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന സമയത്ത് കെയർലെസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്തതെന്ന് തോന്നുന്നു, അത് കാരണം ആയിരിക്കോ ഇനി അവന്റെ അവസ്ഥ വഷളായേ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചു ജോങ്വു കസിന്റെ ബിഹേവിയറും ഒന്ന് നോക്കിക്കൊണ്ട് അവിടുന്ന് പോകുന്നു. നെക്സ്റ്റ് മിന്യുക്ക് മിസ്റ്റർ നാമിന്റെ വീട്ടിലേക്ക് വന്നിരിക്കുവാണ്. അവളുടെ ബ്രദർ റിലീസ് ആയതിന്റെ പിറ്റേന്നാണ് മിസ്റ്റർ നാം കൊല്ലപ്പെട്ടത്. സോ അവള് ബ്രദറിന്റെ ഫോട്ടോ മിസ്റ്റർ നാമിന്റെ മകൾക്ക് കാണിച്ചു കൊടുത്ത് ഇവൻ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. ആ ഗേള് കണ്ടിട്ടുണ്ട്, എന്റെ അച്ഛന്റെ ഫ്യൂണറലിന് വന്നിട്ടുണ്ടായിരുന്നു, അധികം ആളുകളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല, സോ എനിക്ക് നല്ല ഓർമ്മയുണ്ട് എന്ന് പറഞ്ഞ് ഇയാളാണോ എന്റെ അച്ഛനെ കൊന്നേ എന്ന് ദേഷ്യത്തോടെ ചോദിക്കുന്നു. ഒന്നും കൺഫേം ചെയ്യാനായിട്ടില്ല, പിന്നെ സംശയം വന്നപ്പോ ചോദിച്ചു എന്ന് മാത്രം എന്ന് പറഞ്ഞ ആ ഗേളിനെ കൂളാക്കിയെങ്കിലും മിന്യുക്കിന് ഒരുപാട് സംശയങ്ങളുണ്ട്. കാരണം ജോങ്വുവിനോട് അവളുടെ ബ്രദറിന് അത്രയ്ക്ക് വൈരാഗ്യമുണ്ട്. ഇവിടെ ജോങ്വുവിനോട് ഡയറക്ടർ നിന്നെ 3 കേസും കഴിഞ്ഞതല്ലേ, പിന്നെ 4മതൊരു വിക്ടിമിനെ കൂടെ കൊണ്ടുവന്നേക്കുന്നേ എന്ന് ചോദിക്കുന്നു. ജോങ്വു അതിനെക്കുറിച്ച് ഇത്ര കാര്യമായിട്ട് ആലോചിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അത് എന്റെ നെയ്ബർ ആണ്, പിന്നെ ആ ഒരു സമയത്ത് അങ്ങനെ ഹോസ്പിറ്റലൊന്നും അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നേ എന്ന് പറയുന്നു. പേഷ്യൻസിന്റെ പേഴ്സണൽ കാര്യത്തിൽ ഇടപെടാൻ ഒരു താല്പര്യവും ഇല്ല എന്ന് പറഞ്ഞ ജോങ്വു ഇപ്പൊ ഇതുപോലെ എല്ലാം ബിഹേവ് ചെയ്യുന്നത് കണ്ട് ഡയറക്ടർ ഹാപ്പി ആകുവാണ്. വൂജിനും അങ്ങോട്ട് വന്ന് എടാ നീ പുതിയൊരു വിക്ടിമിനെ കൂടെ കൊണ്ടുവന്നു എന്ന് കേട്ടല്ലോ, അതും നിന്റെ തന്നെ താല്പര്യപ്രകാരം നീ തന്നെ ട്രീറ്റ് ചെയ്തു, എന്താ ഇവിടെ സംഭവിക്കുന്നേ
എന്ന് ചോദിക്കുന്നു. ഡയറക്ടറും വൂജിനും ജോങ്വുവിന് പേഷ്യൻസിനോടുള്ള കെയറിങ്ങിനെ കുറിച്ച് സംസാരിക്കുന്നത് കേൾക്കാൻ തീരെ താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ ജോങ്വു ഇത് ഇത്ര കാര്യമാക്കേണ്ട ആവശ്യം എന്തുവാ, ആ പേഷ്യന്റിന് വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് എന്ന് പറഞ്ഞ് പോകുകയാണ് ചെയ്യുന്നത്. ഈ സമയത്താണ് മിൻജയുടെ സ്റ്റേറ്റ്മെന്റ് എടുത്ത് വരുന്ന മിന്യോക്കിനെ അവൻ കാണുന്നത്. ജോങ്വു എനിക്ക് നിന്നോട് ഒരു കാര്യം ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നു എന്ന് പറയുന്നു. ഇപ്പൊ അവൻ അവളുടെ മുറിവ് ഡ്രസ് ചെയ്ത് കൊടുക്കുവാണ്. കൂടെ തന്നെ ഈ മുറിവാക്കിയവൻ ആരാണെന്ന കാര്യത്തിൽ എനിക്ക് ചെറുതായൊരു സംശയമുണ്ട് എന്ന് പറയുന്നു. അവളുടെ ബ്രദറിന്റെ കാര്യം എങ്ങാൻ ജോങ്വു അറിഞ്ഞു എന്ന് കരുതി അവൾ ആകെ ഷോക്കായി പോകുവാണ്. അതുകൊണ്ട് എന്തുപറ്റി ഇത്രയ്ക്ക് സർപ്രൈസ് ആവാൻ എന്നവൻ ചോദിക്കുന്ന സമയത്ത് ഒന്നുമില്ല, നന്നായി വേദന എടുത്തത് കാരണോ എന്നവള് കള്ളം പറയുവാണ് ചെയ്യുന്നത്. ഇത്ര വേദന ഉണ്ടായിട്ടാണോ ഇന്നലെ ട്രീറ്റ്മെന്റ് വേണ്ടെന്ന് പറഞ്ഞേ എന്ന് ചോദിച്ചു ജോങ്വു. അവന്റെ ഗേൾഫ്രണ്ടിന്റെ കൊലയാളി റിലീസ് ആയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി ഹെൽപ്പ് ചോദിക്കുന്നതും മിന്യോക്ക് പോലീസിനോട് ഇതുപോലെ പേഴ്സണൽ റിക്വസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നറിയില്ലേ, നിനക്കത് അറിയേണ്ടതാണല്ലോ എന്ന് പറഞ്ഞ് അവിടുന്ന് പോകുന്നു. പിന്നീടാണ് അയ്യോ ഞാൻ പറഞ്ഞത് കൂടി പോയോ, ഞാൻ എന്തിനാ ഈ ദേഷ്യം പിടിക്കുന്നേ എന്ന ചിന്ത അവക്ക് വരുന്നത്. സോ ആ ഒരു അറ്റ്മോസ്ഫിയർ ക്ലിയർ ചെയ്യാൻ വേണ്ടി മുറിവ് ഡ്രസ് ചെയ്തതിന് അവൾ അവനോട് താങ്ക്സ് പറയുന്നു. ജോങ്വു നിനക്ക് എന്നോടൊന്ന് ചോദിക്കാനില്ലേ എന്ന് ചോദിക്കുമ്പോ അയ്യോ ഇവൻ ഇനി എല്ലാ സത്യവും അറിഞ്ഞിട്ടുണ്ടാവോ, അതുകൊണ്ടായിരിക്കോ ഇങ്ങനെ ചോദിക്കുന്നേ എന്നാണ് മിന്യോക്ക് ചിന്തിക്കുന്നത്. പിന്നീട് അവൻ വിക്ടിമായ മിൻജയെ ട്രീറ്റ് ചെയ്തതിൽ നിന്നും എന്റെ ഒബ്സർവേഷൻ എന്താണെന്ന് നിനക്കറിയണ്ടേ എന്ന് ചോദിക്കുന്ന സമയത്താണ് ഓ അതാണോ ഇവൻ ഉദ്ദേശിച്ചത് എന്ന റിയലൈസേഷൻ മിന്യോക്കിന് വരുന്നത്. ഇപ്പൊ ജോങ്വു ഒരു ഗ്ലാസ് പീസ് എടുത്ത് കാണിച്ച് ഇത് മിൻജയുടെ താടിയലിന്റെ ഭാഗത്ത് നിന്ന് റിമൂവ് ചെയ്ത പീസാണ്. മറ്റു പീസുകളെല്ലാം ഏകദേശം 1 സെന്റിമീറ്റർ മാത്രമേ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നുള്ളൂ, എന്നാൽ ഇത് 3 സെന്റിമീറ്ററോളം ആഴത്തിലേക്ക് കുത്തി കയറിയിട്ടുണ്ട്. പിന്നെ താടിയലിന്റെ ഭാഗത്ത് മുറിവ് മറ്റു മുറിവുകളെ പോലെ അല്ല, ഉൾവശം ക്രഷ് ആയിട്ടുണ്ട് എന്ന് പറയുന്നു. അതെന്തായിരിക്കും അങ്ങനെ എന്ന് മിന്യോക്ക് ചിന്തിക്കുന്ന സമയത്താണ് മിൻജ അങ്ങോട്ടേക്ക് വരുന്നത്. സർജറിയെ കുറിച്ചുള്ള സംശയങ്ങൾ ചോദിക്കാൻ വേണ്ടി വന്നതായിരുന്നു അവൻ. ജോങ്വു അവന്റെ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് മിന്യോക്കിന്റെ കയ്യിലെ ഗ്ലാസ് പീസ് ശ്രദ്ധിച്ച് ഇത് എന്റെ ഫേസിൽ നിന്ന് കിട്ടിയതാണോ എന്നവൻ ചോദിക്കുന്നു. അതെ, ഇതുപോലുള്ള കേസുകളിൽ ഞങ്ങൾ വിക്ടിമിനെ ട്രീറ്റ് ചെയ്ത ഡോക്ടറിന്റെ ഒപ്പീനിയനും ചോദിക്കാറുണ്ട് എന്ന് മിന്യോക്ക് പറഞ്ഞു കൊടുക്കുന്നു. അവൻ പോയതിനു ശേഷം മിന്യോക്കും ജോങ്വുവും വീണ്ടും ആ ഗ്ലാസ് പീസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. താടിയലിന്റെ ഭാഗത്ത് മാത്രമാണ് ഇത്ര ആഴത്തിലുള്ള മുറിവുള്ളത്. മാത്രമല്ല ഇത്ര ആഴത്തിലേക്ക് കയറി പോകണമെങ്കിൽ എക്സ്റ്റേണൽ ആയിട്ട് കൂടുതൽ ഫോഴ്സ് യൂസ് ചെയ്താലേ സംഭവിക്കത്തുള്ളൂ എന്നാണ് ജോങ്വുവിന്റെ അഭിപ്രായം. സോ മിന്യോക്ക് നേരെ മിൻജയുടെ ഫ്ലാറ്റിലേക്ക് വരുന്നു. അവിടെ മുഴുവൻ നോക്കുന്ന സമയത്ത് ഒരു കാര്യം മിന്യോക്കിന് സ്ട്രേഞ്ച് ആയിട്ട് തോന്നുവാണ്. സോ അവള് പെട്ടെന്ന് തന്നെ ഫോൺ എടുത്ത് നോക്കി കോൾ ചെയ്യുന്നു. ഡെലിവറി ഗായിയെ കോടതിയിൽ ഹാജരാക്കുന്നത് എപ്പോഴാണെന്നാണ് അവൾ ആദ്യമേ ചോദിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷമാണെന്ന് അവൻ പറയുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ മിൻജയും അവന്റെ കസിനും തമ്മിലുള്ള റിലേഷൻ എന്താന്ന് കണ്ടുപിടിക്കണം എന്നാണ് മിന്യോക്ക് പറയുന്നത്. അവർക്ക് അവരുടെ റിലേഷനിൽ സംശയം തോന്നാൻ കാരണം ആ വീട്ടിലുണ്ടായിരുന്ന കുറച്ച് ഫോട്ടോസ് ആയിരുന്നു കേട്ടോ. ഇവിടെ ഹോസ്പിറ്റലിൽ വൂജിന് ഒരു പേഷ്യന്റിന്റെ ഫാറ്റ് റിമൂവൽ സർജറി ചെയ്തിട്ടുണ്ടായിരുന്നു. സർജറി ഒക്കെ സക്സസ്ഫുൾ ആയിട്ട് കഴിയുന്നുണ്ട്. ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ ശ്രദ്ധിക്കേണ്ടത് എന്ന കാര്യം പേഷ്യന്റ് നഴ്സിനോട് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. നഴ്സ് എല്ലാ കാര്യവും പറഞ്ഞു കൊടുത്ത് അവിടുന്ന് പോകുന്നു. ഈ സമയത്താണ് മിൻജയുടെ കസിൻ ഓപ്പറേഷൻ കഴിഞ്ഞ് മിൻജയെയും കൊണ്ട് റൂമിലേക്ക് പോകുന്നത് വൂജിന്റെ പേഷ്യന്റ് കാണുന്നത്. അവന് കണ്ടത് അവരെ തന്നെയാണെന്ന് വിശ്വാസം വരുന്നില്ല, ഒരുപാട് സംശയങ്ങളും തോന്നുവാണ്. അവര് റൂമിലേക്ക് കയറുന്നതും അവൻ റൂമിന്റെ പുറത്ത് പോയി അവരെന്താണ് സംസാരിക്കുന്നതെന്ന് കേൾക്കുകയും ചെയ്യുന്നുണ്ട്. കൂടുതലൊന്നും കേൾക്കാൻ പറ്റുന്നില്ല. അതിനു മുന്നേ ജോങ്വു അങ്ങോട്ടേക്ക് വന്ന് ഇവിടെ എന്താ ചെയ്യുന്നത് എന്ന് അവനോട് ചോദിക്കുന്നു. വൂജിന്റെ പേഷ്യന്റ് ടെൻഷനായി അത് ഒന്നുമില്ല എന്ന് പറഞ്ഞ് പോകുവാണ് ചെയ്യുന്നത്. ജോങ്വു അത് കാര്യമാക്കുന്നില്ല. അവൻ മിൻജയുടെ റൂമിലേക്ക് വരുന്നു. ഇനി ചെക്കപ്പിന് വേണ്ടി വരേണ്ടത് എന്നാന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട്. എന്നാൽ മിൻജയുടെ കസിന് അതിനെക്കുറിച്ച് അറിയുന്നതിനേക്കാൾ ഏറെ താല്പര്യം തോന്നുന്നത് മറ്റൊരു കാര്യത്തോടാണ്. അവള് ജോങ്വുവിനോട് നിങ്ങൾ പോലീസിന് മെഡിക്കൽ ഒപ്പീനിയൻ കൊടുക്കാറുണ്ടെന്നല്ലേ പറഞ്ഞത്, അത് കൊടുത്തോ എന്ന് ചോദിക്കുന്നു. ജോങ്വു ആ കൊടുക്കാറുണ്ട്, ഇതുപോലുള്ള കേസുകളിൽ അത് സ്വാഭാവികമാണ് എന്ന് പറയുന്നു. പെട്ടെന്ന് തന്നെ കസിൻ അതിലെന്താ എഴുതി കൊടുത്തേ എന്ന് ചോദിക്കുന്നത് കേട്ട് ജോങ്വു തനിക്കെന്താ അറിയാൻ ഇത്ര ക്യൂരിയോസിറ്റി എന്നാണ് തിരിച്ചു ചോദിക്കുന്നത്. അവള് വീണ്ടും എന്തോ പറയാൻ വരുന്നതും മിൻജെ തടയുവാണ് ചെയ്യുന്നത്. ഇവരുടെ രണ്ടുപേരുടെയും പെരുമാറ്റം കണ്ട് ജോങ്വുവിന് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ സ്റ്റേഷനിലേക്ക് വരുന്നതും മിന്യോക്ക് കങ്ങോയോട് ഞാൻ പറഞ്ഞ കാര്യം എന്തായി എന്നാണ് ചോദിക്കുന്നത്. ഞാൻ മിൻജയുടെ ഫാമിലിയെ കോൺടാക്ട് ചെയ്യാനായിട്ട് ഒരുപാട് ട്രൈ ചെയ്തു, പക്ഷേ കിട്ടിയില്ല. അത് കാരണം ഞാൻ അവന്റെ ക്ലാസ്മേറ്റ്സിനെ കോൺടാക്ട് ചെയ്തു. അവൻ ഒരുപാടായി ഓൺലൈൻ ക്ലാസ് ആണ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് അവന്റെ ക്ലാസ്മേറ്റ്സ് പറഞ്ഞത്. പിന്നെ വേറൊരു കാര്യം കൂടി എനിക്ക് വിയേർഡ് ആയിട്ട് തോന്നുന്നുണ്ട്. ഞാൻ ആ അപ്പാർട്ട്മെന്റിന്റെ CCTV ചെക്ക് ചെയ്ത് നോക്കിയ സമയത്ത് മിൻജ ഒരിക്കൽ പോലും പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല എന്നാ ഞാൻ കണ്ടത്. അതായത് ഞാൻ 2 ആഴ്ചത്തെ ഫുട്ടേജ് ആണ് നോക്കിയത്. ആ 2 ആഴ്ചയിൽ ഒരിക്കൽ പോലും അവൻ വെളിയിലേക്ക് വന്നിട്ടില്ല. അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും എന്ന് പറയുന്നു. മിന്യോക്കിന് ഇത് കേൾക്കുന്നതും കൂടുതൽ ഡൗട്ട് തോന്നുവാണ്. മിൻജയുടെ ഫാമിലിയെ കിട്ടുന്നത് വരെ കോൺടാക്ട് ചെയ്യേ എന്നവള് കങ്ങോയോട് പറഞ്ഞ് പെട്ടെന്ന് തന്നെ വെളിയിലേക്ക് ഇറങ്ങുന്നു. അതിന്റെ ഇടയിൽ ആ കേസിന്റെ പ്രോസിക്യൂട്ടറെയും കോൺടാക്ട് ചെയ്യുന്നുണ്ട്. ഡെലിവറി ഗായെ കോടതിയിൽ ഹാജരാക്കുന്നതിന് മുന്നേ നമുക്ക് മീറ്റ് ചെയ്ത് സംസാരിക്കണം എന്നാണ് അവള് പ്രോസിക്യൂട്ടറോട് പറയുന്നത്. ഇവിടെ ജോങ്വു മിൻജയുടെയും അവന്റെ കസിന്റെയും കാര്യം തന്നെയാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെന്തോ മറച്ചു പിടിക്കാൻ ട്രൈ ചെയ്യുന്നത് പോലെയാണ് ജോങ്വുവിന് തോന്നുന്നത്. കൂടെ മിൻജയുടെ കസിൻ ഒത്തിരി നേരം എന്തോ കേട്ടോണ്ടിരിക്കുന്നതും ജോങ്വു ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ പെരുമാറ്റത്തെ കുറിച്ച് വീണ്ടും വീണ്ടും ആലോചിച്ചുകൊണ്ടിരിക്കുന്നതും മിൻജെ സർജറിയെ
കുറിച്ച് ചോദിക്കാൻ വേണ്ടി റൂമിലേക്ക് വന്നത് ജോങ്വുവിന് ഓർമ്മ വരുന്നു. അതുപോലെ മിൻജയ്ക്ക് അങ്ങോട്ടേക്ക് വരേണ്ട ഒരാവശ്യവും ഉണ്ടായിരുന്നില്ല, കാരണം ഇൻസ്ട്രക്ഷൻസ് ഒക്കെ റൂമിലേക്ക് ചെന്ന് പറഞ്ഞു കൊടുക്കാറാണ് പതിവ്. എന്നിട്ടും അവൻ അങ്ങോട്ടേക്ക് വന്നു എന്ന കാര്യത്തിൽ സംശയം തോന്നുന്ന ജോങ്വു ആ ടേബിൾ മൊത്തം സെർച്ച് ചെയ്യുവാണ്. അവന്റെ സംശയം തെറ്റുന്നില്ല. അവർ സംസാരിക്കുന്നതെല്ലാം റെക്കോർഡ് ചെയ്ത് കേൾക്കാൻ വേണ്ടിയിട്ടുള്ള ഡിവൈസ് അവന്റെ ടേബിളിന്റെ അടിയിലായിട്ട് മിൻജയെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതങ്ങനെ വെറുതെ വിടാൻ പറ്റുന്ന ഒരു കാര്യമല്ലല്ലോ. സോ അവൻ നേരെ മിൻജെ കിടന്ന റൂമിലേക്ക് പോയി നോക്കുവാണ്. എന്നാൽ അവർ ഡിസ്ചാർജ് ആയി പോയിട്ടുണ്ട്. സോ അവൻ നേരെ വരുന്നത് വൂജിന്റെ പേഷ്യന്റിന്റെ അടുത്തേക്കാണ്. ഇവിടെ കങ്ങോ മിൻജയുടെ അച്ഛനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. മിൻജയെ കുറിച്ച് ചോദിക്കുന്ന സമയത്ത് അവൻ ബോർഡിംഗ് സ്കൂളിലാണെന്നും ഫോൺ യൂസ് ചെയ്യാൻ ലിമിറ്റേഷൻസ് ഉള്ളത് കാരണം ഞങ്ങൾ സംസാരിച്ചിട്ട് ഒരുപാട് കാലമായെന്നുമാണ് അച്ഛൻ റിപ്ലൈ കൊടുക്കുന്നത്. കങ്ങോ മിൻജയുടെ കസിനെ കുറിച്ച് ചോദിക്കുന്ന സമയത്ത് ആ പേരിൽ റിലേറ്റീവ്സ് ആരും തന്നെ ഇല്ല എന്നാണ് അച്ഛൻ പറയുന്നത്. ഇത് കേൾക്കുന്നതും കങ്ങോ പെട്ടെന്ന് തന്നെ മിന്യോക്കിന് കോൾ ചെയ്യുന്നു. എന്നാൽ അവൾ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. പിന്നെ ടൈം വേസ്റ്റ് ചെയ്യാനില്ലല്ലോ, മിൻജയെ കാണാൻ ഹോസ്പിറ്റലിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. കൂടെ തന്നെ ജോങ്വുവിനെ വിളിച്ച് മിൻജെ ഇപ്പോഴും ഹോസ്പിറ്റലിൽ ഉണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. ഇല്ല, അവര് ഡിസ്ചാർജ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു ജോങ്വു. അവര് രണ്ടുപേരും തമ്മിലുള്ള റിലേഷൻ എന്താന്ന് കണ്ടുപിടിച്ചോ എന്ന് ചോദിക്കുന്നു. കൺഫേം ചെയ്തിട്ടില്ല, എന്തുകൊണ്ടാ ചോദിച്ചേ എന്ന് കങ്ങോയും ചോദിക്കുന്നു. ജോങ്വു കാരണം അവർ കസിൻസ് അല്ല എന്ന് പറയുന്നത് കേട്ട് കങ്ങോ ഷോക്ക് ആവുന്നു. കങ്ങോക്കും ജോങ്വുവിനും മിന്യോക്കിനെ കോണ്ടാക്ട് ചെയ്യാനും സാധിക്കുന്നില്ല. അവൾ എവിടെയാണെന്ന് അറിയത്തുമില്ല. ഇതേ സമയം മിന്യോക്കാണെങ്കിൽ മിൻജയെയും അവന്റെ കസിൻ ആണെന്ന് പറഞ്ഞ ഗേളിനെയും കാണാൻ വേണ്ടി വന്നിരിക്കുവാണ്. അവര് രണ്ടുപേരും റിലേറ്റീവ്സ് അല്ല, കസിൻസ് അല്ല എന്ന കാര്യം അവള് മിന്യോക്കിനോട് തുറന്നു പറയുന്നു. മിന്യോക്ക് മിൻജെ പുറത്തു പോയതാണെന്നല്ലേ പറഞ്ഞേ, അവനെ ഞങ്ങൾ ലൊക്കേറ്റ് ചെയ്തോളാം. ഫോൾസ് ആയ സ്റ്റേറ്റ്മെന്റ് തരുന്നതും കുറ്റകൃത്യമാണ്. സോ നിന്നെ ഇപ്പൊ റീഇൻവെസ്റ്റിഗേഷന് വേണ്ടി കൊണ്ടുപോകുവാണ്. മിൻജെ വഴിയെ സ്റ്റേഷനിലേക്ക് എത്തിക്കോളും എന്ന് പറയുന്നു. ഇത് കേൾക്കുന്നത് അവള് ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് കേൾക്കണം, എനിക്ക് വേറെ ഒരു വഴിയോ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഞാൻ അവന്റെ സ്കൂളിലേക്ക് ടീച്ചറായി ട്രെയിനിങ്ങിന് പോയതായിരുന്നു. അവിടെ വെച്ചായിരുന്നു ഞങ്ങൾ പരിചയപ്പെട്ടെ. ആ സമയത്ത് എന്നെ സെക്ഷൽ അസോൾട്ട് ചെയ്തതിന്റെ ഒരു വീഡിയോ അവൻ എടുത്തു. അത് വെച്ച് പിന്നീട് അവൻ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ തുടങ്ങി. അന്ന് അവൻ പറഞ്ഞൊരു കാര്യം ഞാൻ ചെയ്യാതിരുന്നപ്പോ അവന് ഒരുപാട് ദേഷ്യം വന്നു. ആ ക്ലിപ്പ് പോസ്റ്റ് ചെയ്യും, എല്ലാവരെയും കാണിക്കും അവൻ പറഞ്ഞു. അവനോടത് ചെയ്യരുതെന്ന് പറഞ്ഞ് അവന്റെ കാല് പിടിക്കുന്നതിന്റെ ഇടയിൽ പറ്റിയ ഒരു അബദ്ധമായിരുന്നു അത്. ആ മിററിൽ തട്ടി അവന് പരിക്ക് പറ്റി. ആ സമയത്ത് തന്നെ ഡെലിവറി ഗായും അങ്ങോട്ടേക്ക് വന്നു. ഡെലിവറി ഗായെ ബ്ലെയിം ചെയ്യാനായിരുന്നു എനിക്ക് അപ്പൊ തോന്നിയേ, അല്ലെങ്കിൽ ഞാൻ എല്ലാ കാര്യവും പോലീസിനോട് തുറന്നു പറയേണ്ടി വരുമായിരുന്നു. ആ വീഡിയോ ഉൾപ്പെടെ എല്ലാം പുറത്തു വരും. ഞാൻ പബ്ലിക് സർവീസ് എക്സാം എഴുതിയിരിക്കുവാണ്. എന്റെ സ്റ്റുഡന്റ് കാരണം ഇതുപോലൊരു പ്രശ്നം എനിക്ക് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ അതെന്റെ അവസാനമായിരിക്കും. അതുകൊണ്ടാണ് ഞങ്ങൾ റിലേറ്റീവ്സ് ആണെന്ന് കള്ളം പറഞ്ഞത് എന്നെല്ലാം സംഭവിച്ച കാര്യം പറയുന്നു. മിന്യോക്ക് അതെല്ലാം കേൾക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് ജോങ്വു ആ അപ്പാർട്ട്മെന്റിന്റെ പാർക്കിംഗ് ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ട്. മിന്യോക്കിന്റെ കാർ അവിടെ കാണുന്നതും അവൻ പെട്ടെന്ന് തന്നെ ടെൻഷൻ ആയിക്കൊണ്ട് മിൻജെ താമസിക്കുന്ന റൂമിലേക്ക് പോകുവാണ്. കാരണം ആ സമയത്ത് വൂജിന്റെ പേഷ്യന്റ് പറഞ്ഞ കാര്യമാണ് അവൻ ഓർമ്മ വരുന്നത്. ഞാനും മിൻജയും ഹൈസ്കൂളിൽ ഒരുമിച്ചായിരുന്നു പഠിച്ചത്. അങ്ങോട്ടേക്ക് വന്ന ടീച്ചർ ആയിരുന്നു ആ സ്ത്രീ, അതായത് ട്രെയിനിങ്ങിന് വേണ്ടി വന്ന ടീച്ചർ. അതിനുശേഷമാണ് മിൻജയുമായിട്ട് റിലേഷനിലാവുന്നത്. ആ റിലേഷൻഷിപ്പിനെ കുറിച്ച് സംസാരിക്കുന്ന എല്ലാവരുടെയും വായടപ്പിക്കാൻ അവർക്ക് പറ്റാറുണ്ടായിരുന്നു. കാരണം അവരുടെ ഫാമിലി റിച്ച് ആണ്. അവരെന്ത് വേണമെന്ന് വിചാരിച്ചോ അത് കിട്ടിക്കഴിഞ്ഞതിന് മാത്രം സാറ്റിസ്ഫൈ ആവുന്ന ഒരു ടൈപ്പ് ക്യാരക്ടറാണ്. ഇതുപോലുള്ള കേസ് അവരുടെ ഫാമിലി സോൾവ് ചെയ്യുകയും ചെയ്യാറുണ്ട്. ആ ഒരു ടൈമിലായിരുന്നു മിൻജയെ പിടിക്കപ്പെട്ടെ. അതായത് മിൻജയോ അവരുമായിട്ടുള്ള റിലേഷൻ പുറത്തറിഞ്ഞ് എന്നൊക്കെയായിരുന്നു വൂജിന്റെ പേഷ്യന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഡേഞ്ചർ ആയ ഒരാളടുത്തേക്കാണ് ഇപ്പൊ മിന്യൊക്കെ ഒറ്റയ്ക്ക് പോയിരിക്കുന്നത്. സോ ജോങ്വു അവൾക്ക് കോൾ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. എന്നാൽ അവൾ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. കാരണം അവൾ ഇവിടെ ടീച്ചറെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പിലാണ്. എന്നാൽ ടീച്ചർ അതിന് സഹകരിക്കുന്നില്ല. ഞാനും വിക്ടിമാണ്, ഞാൻ വരത്തില്ല എന്നാണ് പറയുന്നത്. മിന്യോക്കിന് അതും കേട്ട് തിരിച്ചു വരാൻ പറ്റില്ലല്ലോ. അവള് പോലീസ് സ്റ്റേഷനിലേക്ക് വന്നേ പറ്റൂ എന്നാണ് ടീച്ചറോട് പറയുന്നത്. പക്ഷെ ആ ടീച്ചറെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ മിന്യോക്കിന് സാധിക്കുന്നില്ല. അതിന് മുന്നേ മിൻജെ വന്ന് മിന്യോക്കിന് തലക്കടിച്ച് വീഴ്ത്തുവാണ്. മിന്യോക്ക് അൺകോൺഷ്യസ് ആയി കിടക്കുന്നത് കണ്ട് മിൻജെ പേടിച്ചാണ് നിൽക്കുന്നത്. എന്നാൽ ഈ സമയത്ത് ടീച്ചർ അവന്റെ കയ്യിൽ ഒരു കത്തി കൊടുത്ത്, നീ തുടങ്ങി വെച്ചതല്ലേ, നീ തന്നെ അവസാനിപ്പിച്ചേക്ക്, ഇവിടെങ്ങാൻ എഴുന്നേറ്റ എന്റെയും നിന്റെയും അവസാനമായിരിക്കും എന്ന് പറയുന്നു. മിന്യോക്കിനെ കൊല്ലാൻ വേണ്ടി അവനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ജോങ്വു വന്ന് ഡോറിൽ തട്ടുന്നത്. അതൂടെ കേൾക്കുന്നതും ഒന്നുകൂടെ പേടിച്ച് നിൽക്കുന്ന മിൻജയുടെ മുഖത്തേക്ക് അടിച്ച ടീച്ചർ പെട്ടെന്ന് ഇവളെ തീർക്കാൻ നോക്ക്, ഇത് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നതൊന്നും അല്ലല്ലോ, ഇതിനു മുന്നും നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു. അവരിപ്പൊ പറഞ്ഞത് എന്താണെന്ന് വൂജിന്റെ പേഷ്യന്റ് നേരത്തെ ജോങ്വുവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പേഷ്യന്റ്, ഞങ്ങളുടെ സ്കൂളിൽ ഇവരുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഒരുപാട് സംസാരിച്ച് നടന്ന ഒരു ഗേൾ ഉണ്ടായിരുന്നു. എന്നാൽ പെട്ടെന്ന് ഒരു ദിവസം അവളെ റൂഫ് ടോപ്പിന്റെ മുകളിൽ നിന്ന് ചാടി സൂയിസൈഡ് ചെയ്തു. അതുപോലെ സൂയിസൈഡ് ചെയ്യുന്ന ഒരു ടൈപ്പ് ക്യാരക്ടർ ഒന്നും അല്ല അവളുടേത്. അതുകൊണ്ട് തന്നെ റൂമർ എന്തായിരുന്നു എന്ന് വെച്ചാൽ മിൻജയും ടീച്ചറും കൂടെ അവളെ റൂഫ് ടോപ്പിലേക്ക് എത്തിച്ചു, അതിനുശേഷം അവിടുന്ന് തള്ളി താഴെ ഇട്ടു എന്നൊക്കെ ആയിരുന്നു. വൂജിന്റെ പേഷ്യന്റ് പറഞ്ഞ ഈ ഒരു കാര്യം ഓർത്ത് ജോങ്വുവിന് കൂടുതൽ ടെൻഷൻ ആവുകയാണ്. ആ റൂമർ സത്യമാണെങ്കിൽ അതിനർത്ഥം മിന്യോക്കിനെയും അപായപ്പെടുത്താൻ അവർക്ക് യാതൊരു മടിയും ഉണ്ടാവില്ല എന്നുള്ളതാണ്. ആ റൂമർ സത്യം തന്നെ ആയിരുന്നു കേട്ടോ. ടീച്ചർ
നമ്മൾ ഇതിന് മുന്നും ഇത് ചെയ്തിട്ടുണ്ട്. റൂഫ് ടോപ്പിൽ നിന്ന് അവളെ തള്ളിയിട്ട സമയത്ത് നമുക്കെതിരെ എന്തെങ്കിലും കേസ് വന്നിട്ടുണ്ടായിരുന്നോ? ഇല്ലല്ലോ. അതുപോലെ തന്നെ ഇതും കേസൊന്നും ആവത്തില്ല, നമുക്ക് രക്ഷപ്പെടാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞ് വീണ്ടും മിന്യോക്കിനെ കൊല്ലാൻ പറയുന്നു. ജോങ്വു ആണെങ്കിൽ ഇവിടെ ഫയർ എക്സ്റ്റിംഗ്വിഷർ എടുത്ത് ലോക്ക് പൊട്ടിക്കാൻ നോക്കുന്നതും മിന്യോക്കിനെ കൊല്ലാൻ സാധിക്കുന്നില്ല കേട്ടോ. ടീച്ചർ അവനെ ബ്രെയിൻ വാഷ് ചെയ്തത് കാരണം മിൻജെ മിന്യോക്കിനെ കുത്താനായിട്ട് പോകുന്നതും നിർത്താൻ നോക്കടാ എന്നും പറഞ്ഞ് മിന്യോക്ക് അവന്റെ കൈ പിടിക്കുവാണ് ചെയ്യുന്നത്. അതായത് മിന്യോക്കിന് വലിയ പരിക്കുകളൊന്നുമില്ല, അവൾ ഓക്കെ ആണെന്ന് അർത്ഥം. ഈ സമയം കൊണ്ട് ജോങ്വുവും ഡോർ ഓപ്പൺ ചെയ്ത് അകത്തേക്ക് വരുന്നുണ്ട്. മിന്യോക്ക് മിൻജയോട്, എടാ മോനെ, നീ ഇതുപോലെ കത്തി യൂസ് ചെയ്താ നിന്റെ കൈ മുറിയുവടാ. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്, നിന്റെ മേലെ ഇപ്പൊ കൊലപാതക ശ്രമം കൂടെ ഉണ്ട് കേട്ടോ എന്ന് പറയുന്നു. ആ ഒരു ഡയലോഗ് കേൾക്കുന്നതും ടീച്ചർ കള്ളം മാറ്റി ചവിട്ടുവാണ്. കണ്ണൊക്കെ നിറച്ച്, നീ എന്തിനാ മിൻജെ ഇതുപോലെയൊക്കെ ചെയ്യുന്നേ, എന്തിനാ ഒരാളെ കൊല്ലാനൊക്കെ നോക്കുന്നേ എന്നൊക്കെ പറഞ്ഞ് ഓസ്കാറിന് വേണ്ടി അഭിനയിക്കുവാണ് ചെയ്യുന്നത്. ഇത് കാണുന്ന മിൻജെ, ടീച്ചർ എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്യുന്നേ എന്ന് ചോദിച്ച്, ഇതൊന്നും ഞാനല്ല ചെയ്തത് എന്ന് പറഞ്ഞ് അലറിക്കൊണ്ട് ആ റൂമിൽ നിന്ന് ഓടുകയും ചെയ്യുന്നു. ജോങ്വു മിന്യോക്കിനോട് ഓക്കെ ആണോ എന്ന് ചോദിക്കുന്നതും അവള്, ഞാൻ ഓക്കെ ആണ്, നീ പെട്ടെന്ന് അവനെ ഫോളോ ചെയ്യാൻ നോക്ക് എന്ന് പറഞ്ഞ് ഫോൺ കാണിച്ചു കൊടുക്കുന്നു. കങ്ങോ ലൈനിലുണ്ട്, അവൻ പെട്ടെന്ന് തന്നെ ബാക്കപ്പിനായിട്ട് വരും. സോ ജോങ്വു ഒറ്റയ്ക്കാവില്ല, അതാണ് അവൾ ഉദ്ദേശിച്ചത്. കങ്ങോ അല്ലേ മിന്യോക്കിനെ കോണ്ടാക്ട് ചെയ്തിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ പിന്നെ എങ്ങനെയാ അവൻ ലൈനിൽ വന്നേ എന്ന് ചോദിച്ചാൽ, മിന്യോക്ക് ആ വീട്ടിലേക്ക് കയറുന്നതിന് മുന്നേ കങ്ങോ അവക്ക് കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കോൾ അറ്റൻഡ് ചെയ്ത് സംസാരിക്കാൻ പറ്റിയൊരു സാഹചര്യത്തിൽ ആയിരുന്നില്ലല്ലോ. സോ അവള് കോൾ അറ്റൻഡ് ചെയ്ത് ഫോൺ തന്നെ പോക്കറ്റിൽ ഇടുവായിരുന്നു ചെയ്തത്. അതായത് ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ കങ്ങോ അറിഞ്ഞിട്ടുണ്ട്, അവൻ ബാക്കപ്പിന് വേണ്ടി വരികയും ചെയ്യുന്നുണ്ട്. ഇവിടെ ജോങ്വു തന്നെ പുറകെ വരുന്നത് കണ്ട് മിൻജെ അവന്റെ മാക്സിമം സ്ട്രെങ്തിൽ ഓടുന്നുണ്ട്. ഈ സമയത്തെല്ലാം അവന്റെ ടീച്ചർ അവനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്ന കാര്യങ്ങളാണ് കേട്ടോ അവന് ഓർമ്മ വരുന്നത്. ഞാൻ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഈ ലോകം മുഴുവൻ നീ കുറ്റക്കാരനാണെന്ന് അറിയും. റൂഫ് ടോപ്പിൽ നിന്ന് സ്റ്റുഡന്റിനെ തള്ളിയിട്ടത് നീയാണെന്ന് ഞാൻ സാക്ഷി പറഞ്ഞാലോ? ഒരു ടീച്ചറായി ഞാൻ പറയുന്നതാണോ സ്റ്റുഡന്റായി നീ പറയുന്നതായിരിക്കും അവര് വിശ്വസിക്കുക? തീർച്ചയായിട്ടും ഞാൻ പറയുന്ന കാര്യങ്ങളായിരിക്കും വിശ്വസിക്കുക. അതുകൊണ്ട് ജയിലിലേക്ക് പോണ്ടാന്നാണെങ്കിൽ ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും നീ ചെയ്തേ മതിയാവൂ എന്നൊക്കെയായിരുന്നു ടീച്ചർ അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് ടീച്ചർ അവനെ മാനിപ്പുലേറ്റ് ചെയ്ത് ബ്ലാക്ക് മെയിൽ ചെയ്ത് ഓരോ തെറ്റും ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുമായിരുന്നു എന്നർത്ഥം. ഇതെല്ലാം ഓർത്തുകൊണ്ട് അധിക ദൂരമൊന്നും അവൻ ഓടുന്നില്ല. അതിന് മുന്നേ ജോങ്വുവും പോലീസും അവനെ വളയുന്നുണ്ട്. ഈ സമയത്ത്, ഇതൊന്നും ഞാൻ ചെയ്തതല്ല, ഇതെല്ലാം എന്നോട് ടീച്ചർ ചെയ്യാൻ പറഞ്ഞതാണ് എന്ന് പറഞ്ഞ് അവൻ കുറ്റസമ്മതം നടത്തുകയും ചെയ്യുന്നുണ്ട്. മൊബൈൽ ഫോൺ പോലീസ് ട്രേസ് ചെയ്യാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ടീച്ചർ അവനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത് വേറെ മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടായിരുന്നു കേട്ടോ. ആ മെത്തേഡും കങ്ങോ കണ്ടുപിടിക്കുന്നുണ്ട്. ഇവിടെ ടീച്ചറും മിന്യോക്ക് എടുത്ത് കൊടയുന്നുണ്ട്. അങ്ങനെ സംഭവിച്ച കാര്യങ്ങൾ പുറത്തു വരുന്നു. ആക്ച്വലി മിൻജെ ടീച്ചറെ ഒരുപാട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ടീച്ചർ ഇല്ലാതെ മിൻജയ്ക്ക് ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല എന്ന രീതിയിൽ ടീച്ചർ മിൻജയെ പ്രോഗ്രാം ചെയ്ത് വെച്ചേക്കുവാണ് എന്ന് വേണേ പറയാം. അങ്ങനെ മിൻജയുടെ ആ ഒരു വീക്ക് പോയിന്റ് യൂസ് ചെയ്ത് അവനെ കൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യിക്കാറാണ് ടീച്ചറുടെ പതിവ്. നീ എന്നെ റേപ്പ് ചെയ്തിട്ടുണ്ടെന്നും നീ ചെയ്ത എല്ലാ തെറ്റുകളുടെയും തെളിവ് എന്റെ കയ്യിലും ഉണ്ടെന്നും ഒക്കെ പറഞ്ഞ് ടീച്ചർ എപ്പോഴും മിൻജയെ ബ്ലാക്ക് മെയിൽ ചെയ്യാറുണ്ട്. അതുപോലെ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടാണ് ടീച്ചർ എല്ലാ കാര്യവും നടത്തിയെടുക്കാറ്. എന്നാൽ ഒരു ദിവസം മിൻജെ ടീച്ചർ പറഞ്ഞത് അനുസരിക്കുന്നില്ല. അത് ടീച്ചറെ വാശി പിടിപ്പിക്കുന്നു. ടീച്ചർ തന്നെ ലാപ്ടോപ്പും എടുത്ത് ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി നിനക്കെതിരെ പരാതി കൊടുക്കും എന്ന് പറഞ്ഞു പോകുന്നു. മിൻജെ അത് തടയുകയും ചെയ്യുന്നു. ഈ പിടിവലിയുടെ ഇടയിൽ ടീച്ചർ ഉന്തുന്നത് കാരണമാണ് മിൻജയ്ക്ക് പരിക്ക് പറ്റുന്നത്. എന്നിട്ടും ടീച്ചർക്ക് ദേഷ്യം മാറുന്നുണ്ടായിരുന്നില്ല. അവന്റെ താടിയലിന്റെ ഭാഗത്തുണ്ടായിരുന്ന ഗ്ലാസ് ചവിട്ടി ഉള്ളിലേക്ക് കയറ്റുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ സമയത്താണ് ഡെലിവറി ഗായ് അങ്ങോട്ടേക്ക് വരുന്നതും അവന്റെ തലയിൽ എല്ലാ കുറ്റങ്ങളും ഇടുന്നതും. ടീച്ചർക്കെതിരെ മൊഴി കൊടുത്തിട്ടുണ്ടെങ്കിൽ തനിക്കും ജയിലിൽ കിടക്കേണ്ടി വരുമോ എന്ന് കരുതിയായിരുന്നു മിൻജയും ഡെലിവറി ഗായ്ക്കെതിരെ പരാതി കൊടുത്തത്. അങ്ങനെ ആ ഒരു കേസും അവസാനിക്കുന്നു. ടീച്ചറെയും മിൻജയെയും അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇപ്പൊ ജോങ്വു മിന്യോക്കിനോട്, നീ ഓക്കെ ആണോ, തലകറക്കോ അങ്ങനെ വല്ല പ്രശ്നങ്ങളും ഉണ്ടോ എന്ന് ചോദിക്കുന്നു. ഇതൊന്നും എന്നെ അങ്ങനെ ബാധിക്കുന്ന കാര്യങ്ങളല്ല എന്ന് പറഞ്ഞ് അവനോട് ചെയ്ത കാര്യങ്ങൾക്ക് താങ്ക്സും പറഞ്ഞ് മിന്യോക്ക് പെട്ടെന്ന് തന്നെ അവിടുന്ന് പോകാൻ നോക്കുവാണ്. ജോങ്വു, പോലീസിന്റെ ശരീരം വേറെന്തെങ്കിലും കൊണ്ടാണോ ഉണ്ടാക്കിയേക്കുന്നത്, അതോ നീ എന്നൊരു ഡോക്ടർ എന്ന നിലയ്ക്ക് വിശ്വസിക്കാത്തതാണോ എന്നാണ് അവളുടെ ഓട്ടം കണ്ട് ചോദിക്കുന്നത്. അങ്ങനെയൊന്നുമില്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് മിന്യോക്ക് വീണ്ടും പോകുന്നതും ജോങ്വു, നീ എന്തിനാ എന്നെ അവോയ്ഡ് ചെയ്യുന്നേ എന്ന് ചോദിക്കുന്നു. ആ ചോദ്യം കേൾക്കുന്നതും മിന്യോക്ക് അവിടെ നിൽക്കുന്നു. ജോങ്വു, നീ എന്നെ അവോയ്ഡ് ചെയ്യുന്നില്ല എന്നൊന്നും പറയണ്ട, നിന്റെ ഫേസ് കണ്ടാലേ മനസ്സിലാവുന്നുണ്ട് എന്ന് പറഞ്ഞ് അവിടുന്ന് പോവുകയും ചെയ്യുന്നു. ജോങ്വു പറഞ്ഞത് സത്യമാണ്. അവളുടെ ചേട്ടനും ജോങ്വുവും തമ്മിലുള്ള കണക്ഷൻ അറിഞ്ഞതിന് ശേഷം മിന്യോക്ക് ജോങ്വുവിനെ അവോയ്ഡ് ചെയ്യുമായിരുന്നു. ആ കാര്യം അവക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം. നെക്സ്റ്റ് ഡേ രാവിലെ തന്നെ ഡെലിവറി ഗായെ ഫ്രീ ആക്കി വിടുന്നുണ്ട് കേട്ടോ. പോകുന്നതിന് മുന്നേ, തുടക്കം മുതലേ ഞാൻ പറഞ്ഞതായിരുന്നു സത്യം, എന്നാൽ ഞാൻ മുന്നേ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന ഒരൊറ്റ കാരണം കൊണ്ട് ഞാൻ പറഞ്ഞ ഒരു കാര്യവും നിങ്ങൾ വിശ്വസിച്ചില്ല. ഇത് ഒരിക്കലും ഫെയർ അല്ല എന്ന് മിന്യോക്കിനോട് പറഞ്ഞുകൊണ്ടാണ് അവൻ പോകുന്നത്. അവൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് മിന്യോക്ക് ആലോചിക്കുകയും ചെയ്യുന്നു. ഇവിടെ ഇൻവെസ്റ്റിഗേഷന് ഹെൽപ്പ് ചെയ്തുകൊണ്ട് ജോങ്വു വീണ്ടും സ്റ്റാർ ആയിരിക്കുവാണല്ലോ. സോ വൂജിനും ഡയറക്ടറും ജോങ്വുവിനോട്, നീ ഡോക്ടർ ജോബ് വിട്ട് പോലീസ് ആവാൻ പോകുവാണോ, അതോ നീ പുതിയ ബ്രാഞ്ചിലേക്ക് പാർട്ട്ണറായി പോകുന്നില്ലേ, നിനക്ക് ഈ വിക്ടിംസിന്റെ കേസൊക്കെ സോൾവ് ചെയ്യുന്നത് ഒരുപാട് ഇഷ്ടമാണല്ലേ എന്നൊക്കെ കലവിലാന്ന് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും.
ചോദിക്കുന്നുണ്ട്. ജോങ്വു, നിങ്ങൾ എന്താന്ന് വെച്ചാ ചിന്തിച്ചേക്ക്, എനിക്കിതിനൊന്നും ആൻസർ തരാനുള്ള സമയമില്ല എന്നാണ് പറയുന്നത്. വൂജിൻ, അല്ല നീ മിന്നുക്കിന്റെ കൂടെ ഡ്രിങ്ക്സ് കഴിക്കാൻ പോകുന്നില്ലേ? സാധാരണ അങ്ങനെയാണല്ലോ, നീ ഒരുപാടായില്ലേ ഇപ്പൊ ഇൻവെസ്റ്റിഗേഷന് ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇനിയുള്ള സ്റ്റെപ്പ് എന്താന്ന് വെച്ചാൽ ഈ ഡ്രിങ്ക്സ് ഒക്കെ കുടിച്ച് കണ്ണും ഒക്കെ നോക്കി അതല്ലേ അതിന്റെ ഒരു കിടപ്പ് വശം എന്ന് ചോദിക്കുന്നു. ഡയറക്ടറും അത് സപ്പോർട്ട് ചെയ്യുന്നത് കണ്ട് ജോങ്വു, അയ്യോ നിങ്ങൾക്കൊക്കെ എന്തുവാ എന്നാണ് ചോദിക്കുന്നത്. എന്നെ കുറ്റപ്പെടുത്തൊന്നും വേണ്ട, നീയല്ലേ പറഞ്ഞ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചിന്തിച്ചോന്ന്. ഞാൻ ചിന്തിച്ചത് ഇങ്ങനെയൊക്കെയാ എന്ന് പൂജ്യം പറയുന്നത് കേട്ട് നിങ്ങളോടൊന്നും സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല എന്നും ചിന്തിച്ച് ജോങ്ങു അവിടുന്ന് പോകുന്നു. ഇവിടെ മിന്നുക്കാണെങ്കിൽ അവളുടെ ബ്രദർ പരോളിൽ ഇറങ്ങി അന്ന് എങ്ങോട്ടേക്കെല്ലാമായിരുന്നു പോയത് എന്ന് കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ്. അങ്ങനെ ഒരുപാട് അന്വേഷണത്തിന് ശേഷം അവളുടെ ബ്രദർ കയറിയ ടാക്സി കണ്ടുപിടിക്കുന്നു. ടാക്സി ഡ്രൈവർ മിസ്റ്റർ നമ്മിന്റെ അപ്പാർട്ട്മെന്റിലാണ് അവളുടെ ബ്രദറിനെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അന്നാണ് മിസ്റ്റർ നം സൂയിസൈഡ് ചെയ്യുന്നതും. അവിടെ ഉണ്ടായിരുന്ന ഡാഷ് ക്യാമിൽ ണ്ടായിരുന്ന മിസ്റ്റർ നമ്മിന്റെ കൊലയാളി എന്ന് സംശയിക്കുന്ന ആളുടെ ഔട്ട്ഫിറ്റും അവളുടെ ബ്രദർ എന്ന് ധരിച്ചിട്ടുണ്ടായിരുന്ന ഔട്ട്ഫിറ്റും സെയിം ആണ്. തന്റെ ബ്രദർ തന്നെയാണോ മിസ്റ്റർ നമ്മിന്റെ കൊലയാളി എന്ന് ചിന്തിക്കുന്ന മിന്നുക്ക് ആകെ ഷോക്കായി പോകുവാണ്. ഇപ്പൊ അവള് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുവാണ്. ഈ സമയത്ത് ജോങ്വു അങ്ങോട്ടേക്ക് വരുന്നു. അവൻ അവിടെ റെഗുലർ കസ്റ്റമർ ആണ്. മിന്നുക്കിനെ കാണുന്നതും അവൻ അവളുടെ ടേബിളിലാണ് ഇരിക്കുന്നത്. ജോങ്വു, എന്നെ ഫോളോ ചെയ്ത ആളെ കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ മിന്നുക്ക്, ഈയിടെയായി ഞാൻ നല്ല ബിസിയാണ്, സോ എനിക്ക് അതിനുള്ള ടൈം കിട്ടിയില്ല, ഞാൻ സമയം പോലെ അന്വേഷിക്കാം എന്ന് കള്ളം പറയുവാണ് ചെയ്യുന്നത്. കൂടെ തന്നെ ഒന്ന് ആലോചിച്ചുകൊണ്ട് മിന്നുക്ക് വിഷയമുണ്ടെന്ന് പറഞ്ഞില്ലേ, അത് ആരെയാ എന്ന് ചോദിക്കുന്നു. എന്റെ ഗേൾഫ്രണ്ടിന്റെ കൊലയാളിയെ. ഞങ്ങളെ കല്യാണം കഴിയാനായിട്ടാകും 1 മാസമേ ഉണ്ടായിരുന്നുള്ളൂ. സോ അവനെതിരെ പ്രതികാരം ചെയ്യുവാണെങ്കിൽ അത് ഞാൻ തന്നെയല്ലേ ചെയ്യണ്ടേ എന്ന് ചോദിച്ച് ജോങ്ങു ഡ്രിങ്ക്സ് കഴിക്കുവാണ് ചെയ്യുന്നത്. മിന്നുക്ക് സാധാരണ സോജി കുടിക്കാറില്ല, എന്നാൽ ഇന്ന് ജോങ്ങുവിന്റെ കയ്യിൽ നിന്ന് ഗ്ലാസ് വാങ്ങി അവൾ കുടിക്കുന്നുണ്ട്. നമ്മുടെ ഫാമിലി ആവാൻ പോകുന്ന ഒരാളെ നഷ്ടപ്പെടുക എന്ന് പറയുന്നത് ഒത്തിരി പെയിൻഫുൾ ആയിരിക്കും. എന്നാൽ ഈ ഫാമിലി ഉണ്ടല്ലോ, ഉണ്ടെങ്കിലും നമുക്ക് പ്രശ്നമാണ്, ഇല്ലെങ്കിലും നമുക്ക് പ്രശ്നമാണ്. എന്നെ സംബന്ധിച്ച് ഫാമിലി എന്ന് പറയുന്നത് സ്ട്രെസ് മാത്രമാണ് എന്ന് പറയുന്നു. ജോങ്ങു ഒന്ന് ആലോചിച്ച്, എനിക്കും അത് സ്ട്രെസ് തന്നെയാണ് എന്ന് പറഞ്ഞ് സ്മൈൽ ചെയ്യുന്നു. അവൻ സ്മൈൽ ചെയ്യുന്നത് കണ്ട് മിന്നുക്ക്, അയ്യോ നീ ചിരിച്ചോ, നിനക്ക് ചിരിക്കാനൊക്കെ അറിയോ എന്നാണ് ചോദിക്കുന്നത്. പിന്നീട് വീണ്ടും, നിനക്ക് അവനെ കയ്യിൽ കിട്ടിയാ എന്ത് ചെയ്യാനാ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുന്നു. ജോങ്ങു, എന്നോടുള്ള ദേഷ്യം കൊണ്ടാണ് അവൻ മിസ്റ്റർ നമ്മിനെ കൊന്നതെങ്കിൽ, അതായത് ഞാൻ കാരണമാണ് മിസ്റ്റർ നം മരിച്ചതെങ്കിൽ എന്ന് പറയുന്നതും മിന്നുക്ക് ദേഷ്യത്തോടെ, അതെങ്ങനെയാ നീ കാരണമാവുന്നേ? നീയും ആ പ്രശ്നവും തമ്മിൽ ഒരു ബന്ധവും ഇല്ല. പിന്നെ അവന്റെ ജീവിതം ഇതുപോലെ ആയത് വിക്ടിമിന്റെ ബോയ്ഫ്രണ്ടിന്റെ തെറ്റാണെന്നൊക്കെ അവൻ ചിന്തിച്ചു കൂട്ടുന്നത് വെറും പൊട്ടത്തരമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ഇതുപോലെ സംസാരിച്ചുകൊണ്ടിരുന്ന താൻ മറച്ചു വെക്കുന്ന എല്ലാ സത്യങ്ങളും ഇപ്പൊ തന്നെ പുറത്തു വരും എന്ന കാര്യം അവൾക്ക് ഓർമ്മ വരുന്നത്. സോ അവള്, എന്തായാലും നീ നിന്നെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് അവിടുന്ന് പോകുന്നു. ഹാഫ് ഗ്ലാസ് ബിയർ മാത്രം കുടിച്ചു പോകുന്ന മിന്നോക്കിനെ കണ്ട് തന്റെ ഗേൾഫ്രണ്ടും അതുപോലെ തന്നെ ആയിരുന്നല്ലോ എന്ന് ജോങ്ങു ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പൊ അവൻ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ നിൽക്കുമ്പോഴാണ് തന്റെ കാറിൽ ആരോ എഴുതിയിരിക്കുന്നത് കാണുന്നത്. അത് നോക്കുന്ന സമയത്ത് അവന് കോള് വരുന്നു. അവന്റെ ഫ്രണ്ടില്ലേ ലോയർ, അവളാണ് കോൾ ചെയ്യുന്നത്. ജോങ്ങു കോൾ അറ്റൻഡ് ചെയ്യുന്നതും അവൻ പരോളിൽ ഇറങ്ങിയിട്ടുണ്ടല്ലേ എന്നാണ് ചോദിക്കുന്നത്. ലോയർ, അതെ നിന്റെ സംശയം ശരിയായിരുന്നു, അന്വേഷിച്ചപ്പോ വേറൊരു കാര്യം കൂടെ അറിയാൻ പറ്റിയിട്ടുണ്ട്. വിക്ടിമിന്റെ ബോയ്ഫ്രണ്ട് കാരണം ഇൻവെസ്റ്റിഗേഷൻ ശരിയായ രീതിയിലല്ല നടന്നിട്ടുണ്ടായിരുന്നെന്നാണ് അവൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വേറൊരു കാര്യം, അവന്റെ സിസ്റ്റർ പോലീസിലാണ്, അവനല്ല ഇത് ചെയ്തതെന്നാണ് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നീ ഇത് കാര്യമാക്കണ്ട എന്ന് പറയുന്നു. ഇനിയാണ് ആ കാറിൽ എന്താണ് എഴുതി വെച്ചേക്കുന്നതെന്ന് കാണിക്കുന്നത്. കൊലയാളി ആരാണെന്ന് നിനക്കറിയില്ലേ എന്നാണ് എഴുതി വെച്ചേക്കുന്നത്. നെക്സ്റ്റ് ടൈം മിന്നുക്ക് മിസ്റ്റർ നമ്മിന്റെ വീട്ടിലേക്ക് വന്നിരിക്കുവാണ്. മിസ്റ്റർ നമ്മിന്റെ മകൾക്ക് വരാന്തയിൽ നിന്നും ഒരു കീ ചെയിൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് അവളുടെ അച്ഛന്റെ കീ ചെയിൻ ആണെന്ന് കരുതി അത് അവൾ എടുത്തു വെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ആ കീ ചെയിൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് അച്ഛന്റെ സാധനങ്ങളൊക്കെ ഇട്ട പെട്ടിയിലേക്ക് അത് ഇട്ട് വെക്കാൻ നിൽക്കുന്ന സമയത്താണ് അച്ഛന്റെ കീ ചെയിൻ ഓൾറെഡി അതിലുള്ള കാര്യം അവൾ അറിയുന്നത്. അതിനർത്ഥം എന്താ, വരാന്തയിൽ നിന്നും കിട്ടിയിട്ടുണ്ടായിരുന്നത് അച്ഛന്റെ കീ ചെയിൻ ആയിരുന്നില്ല, അന്ന് അച്ഛനെ കാണാൻ വന്ന ആളുടെ കീ ചെയിൻ ആയിരുന്നു. ആ കീ ചെയിൻ അനലൈസ് ചെയ്യാന്നുള്ള ഉദ്ദേശത്തോടെ പോകുന്ന മിന്നുക്കിനോട് ആ ഗേള്, ഈ കീ ചെയിൻ അച്ഛൻ കിടന്ന ജയിലില് ഡോക്ടേഴ്സിന്റെ വോളണ്ടിയർ ക്യാമ്പ് ഉണ്ടായിരുന്ന സമയത്ത് അച്ഛന് കിട്ടിയതായിരുന്നു. അന്ന് മാം എനിക്കൊരു ഫോട്ടോ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ, ഇയാളെ കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് ചോദിച്ചിട്ട് ആ ചേട്ടനും അച്ഛന്റെ കൂടെ അതേ ജയിലിലായിരുന്നു ഉണ്ടായിരുന്നത്. ആ വോളണ്ടിയർ ക്യാമ്പിൽ ആ ചേട്ടനും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു. മിസ്റ്റർ നമ്മിനെ കൊന്നത് തന്റെ ബ്രദർ തന്നെ ആയിരിക്കാം എന്ന ചിന്ത വീണ്ടും വീണ്ടും മിന്നുക്കിന് കൂടുവാണ്. പിന്നീട് ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല, അവളുടെ ബ്രദറിന്റെ അഡ്രസ്സ് കണ്ടുപിടിച്ച് നേരെ അങ്ങോട്ടേക്ക് വരുന്നു. എന്നാൽ ഡോറ് ലോക്കാണ്, വീട്ടിൽ ആരുമില്ല. ഈ സമയത്താണ് ആരോ അങ്ങോട്ട് വരുന്ന സൗണ്ട് കേൾക്കുന്നത്. സോ അവള് പെട്ടെന്ന് തന്നെ പോയി നോക്കുന്നു. അവള് പ്രതീക്ഷിച്ചത് അവളുടെ ബ്രദറിനെയാണ്. എന്നാൽ അങ്ങോട്ടേക്ക് വരുന്നത് ജോങ്വു ആണ്. അവന്റെ ഫ്രണ്ടായ ലോയറിന്റെ സഹായത്തോടെ അഡ്രസ്സ് കണ്ടുപിടിച്ച് വന്നതായിരുന്നു അവൻ. മിന്നുക്കും ജോങ്വുവും കാണുന്നതും നീ എന്താ ഇവിടെ എന്നാണ് പരസ്പരം ചോദിക്കുന്നത്. മിന്നുക്ക്, നീ പ്രതികാരം ചെയ്യാൻ വേണ്ടി വന്നതാണോ എന്നും ജോങ്വുവിനോട് ചോദിക്കുന്നുണ്ട്. ജോങ്വു, തെറ്റ് ചെയ്ത ആ തെറ്റിന് ശിക്ഷ അനുഭവിച്ച ഒരാള് വീണ്ടും വീണ്ടും ആ തെറ്റ് ഞാനല്ല ചെയ്തത് എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്തായിരിക്കും എന്ന് പറഞ്ഞ് തന്റെ ഫോണ് കാണിച്ചു കൊടുക്കുന്നു. കൊലയാളി ആരാണെന്ന് നിനക്കറിയില്ലേ എന്ന് ചോദിച്ച് മിന്യോക്കിന്റെ ബ്രദർ ജോങ്വുവിന്റെ കാറിൽ എഴുതിയ മെസ്സേജാണ് ജോങ്വു മിന്യോക്കിനെ കാണിച്ചു കൊടുക്കുന്നത്. ഇത് കാണുന്ന മിന്യോക്കാണെങ്കിലോ, ഞാനൊരു കാര്യം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുവാണ് എന്ന് അവളുടെ ബ്രദർ അവളോട് പറഞ്ഞ കാര്യമാണ് ഓർക്കുന്നത്. ജോങ്വു,
ഇനി അവൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തന്നെ വിചാരിച്ചോ? പക്ഷെ എന്തുകൊണ്ടായിരിക്കും അവന്റെ മെസ്സേജ് എന്നെ പോയിന്റ് ചെയ്യുന്നേ? കൊലയാളിയെ എനിക്കറിയാമെന്ന് പറയുന്നേ എന്ന് ചോദിക്കുന്നു. ഇതെല്ലാം കണ്ടും കേട്ടും കൺഫ്യൂസ് ആയി നിൽക്കുന്ന മിന്നുക്കിനോട് ജോങ്വു വീണ്ടും മിസ്റ്റർ നാമിന്റെ കേസ് എന്തായി, അതില് ഇവൻ ഇൻവോൾവ് ആണോ എന്ന് ചോദിക്കുന്നു. അത് പിന്നെ ഒന്നും ഉറപ്പിച്ച് പറയാറായിട്ടില്ല എന്നാണ് മിന്നുക്ക് റിപ്ലൈ കൊടുക്കുന്നത്. അങ്ങനെയാണെ പിന്നെ നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേ എന്ന് ജോങ്വു ചോദിക്കുന്നു. അതിന് എന്ത് ഉത്തരം കൊടുക്കുമെന്ന് അറിയാതെ മിന്നുക്ക് പതറി നിൽക്കുന്ന സമയത്താണ് ജോങ്വുവിന് കോൾ വരുന്നത്. വൂജിനാണ് വിളിക്കുന്നത്. തന്റെ പേഷ്യന്റിനെ വൂജിന് ട്രാൻസ്ഫർ ചെയ്തിട്ടാണ് ജോങ്വു ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. എടാ പെട്ടെന്ന് വാടാ, ആ പേഷ്യന്റ് ഇല്ലേ എന്ന് പറഞ്ഞ് വൂജിൻ വിളിക്കുന്നതും ജോങ്വു പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് പോന്നു. അപ്പോഴാണ് മിന്നുക്കിന് ശ്വാസം നേരെ വീഴുന്നത് പോലും. ഇവിടെ വൂജിൻ ട്രീറ്റ് ചെയ്ത പേഷ്യന്റിന് ഒരു പ്രശ്നവും ഇല്ലാട്ടോ. എത്ര നന്നായിയാണ് ഞാൻ എന്റെ ജോലി ചെയ്തിരിക്കുന്നത് എന്ന് ജോങ്വുവിനെ കാണിക്കാൻ വേണ്ടിയാണ് വൂജിൻ ഇപ്പൊ അവനെ വിളിച്ചു വരുത്തിയേക്കുന്നത്. അതും പെട്ടെന്ന് വരാൻ വേണ്ടി വിളിച്ചത് എന്തിനാന്ന് വെച്ചാ ആ പേഷ്യന്റ് ഹാപ്പി ആയിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്നത് അവന് കാണിച്ചു കൊടുക്കണമല്ലോ, അതിനു വേണ്ടിയാണ്. കണ്ടോ കണ്ടോ ആ മുഖത്തെ ഒരു ഐശ്വര്യം കണ്ടോ, ഒരു ചൈതന്യം കണ്ടോ എന്നൊക്കെ വൂജിൻ വളവളാന്ന് പറയുന്നത് കേട്ട് നീ ഇതിനു വേണ്ടിയാണോ ഇത്ര കാര്യമായിട്ട് എന്നോട് വരാൻ പറഞ്ഞേ എന്നാണ് ജോങ്വു ചിന്തിക്കുന്നത്. ആക്ച്വലി അതിനുവേണ്ടി മാത്രം ആയിരുന്നില്ല കേട്ടോ, ഒരു ഡിന്നർ കഴിക്കാൻ കൂടെയായിരുന്നു വൂജിൻ ജോങ്വുവിനെ വിളിച്ചു വരുത്തിയത്. ഡയറക്ടറും ജോങ്വുവിന്റെ അമ്മയും വൂജിനും ഓരോ കാര്യങ്ങളും സംസാരിച്ച് എൻജോയ് ചെയ്ത് ഫുഡ് കഴിക്കുവാണ്. എന്നാൽ ജോങ്വു അവരോട് ഒന്നും സംസാരിക്കുന്നില്ല, അത് അവർ ചോദിക്കുകയും ചെയ്യുന്നു. ജോങ്വു അവന്റെ അമ്മയോട് ഞാൻ ഈ രാജ്യം വിട്ടു പോകുന്നതിന് മുന്നേ ഒരിക്കലെങ്കിലും നിങ്ങളുടെ മുഖം കാണണ്ടേന്ന് കരുതിയിട്ടാണ് ഞാനിപ്പോ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. എന്തായാലും ഇപ്പൊ കണ്ട സ്ഥിതിക്ക് ഞാൻ പോകുവാണ് എന്ന് പറഞ്ഞ് പോകാൻ നിൽക്കുന്നു. അവന്റെ അമ്മ നീ അപ്പൊ രാജ്യം വിട്ടേ പോകുവാണോ? ജീവനോടെ ഇല്ലാത്തൊരാൾക്ക് വേണ്ടി നീ നിന്റെ ജീവിതം വേസ്റ്റ് ചെയ്യാനാണോ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുന്നു. അവള് ജീവനോടെ ഉണ്ടായിരുന്നപ്പോഴും അമ്മ അവൾക്ക് ഒരു വാല്യൂവും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ എന്നെ സംബന്ധിച്ച് ഒരിക്കലും അവള് വാല്യൂ ഇല്ലാത്ത ആളല്ല എന്ന് പറഞ്ഞ് ജോങ്വു അവിടുന്ന് പോകുന്നു. സിറ്റുവേഷൻ ആകെ വഷളായത് കണ്ട് ജോങ്വുവിനെ കൂളാക്കാൻ വേണ്ടി ഡയറക്ടർ അവന്റെ പുറകെ പോകുന്നുണ്ട്. അമ്മ അത് കാര്യമൊക്കെ ഉണ്ട്, അവൻ എത്ര സെൻസിറ്റീവ് ആണെന്ന കാര്യം അമ്മയ്ക്കും അറിയാവുന്നതല്ലേ എന്ന് പറഞ്ഞ് വൂജിനും അമ്മയോട് സംസാരിക്കുന്നു. ഈ സമയത്ത് ജോങ്വുവിന്റെ അമ്മയ്ക്ക് ഒരു കോള് വരുന്നുണ്ട് കേട്ടോ. മീറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു മിന്നോക്കാണ് വിളിക്കുന്നത്. ജോങ്വുവിന്റെ അമ്മ പങ്കെടുത്ത വോളണ്ടിയർ ക്യാമ്പിലായിരുന്നല്ലോ മിസ്റ്റർ നമ്മു ഉണ്ടായിരുന്നത്. അവിടെ നിന്നാണ് മിസ്റ്റർ നമ്മിന് ആ കീ ചെയിൻ കിട്ടിയതും. സോ ആ കീ ചെയിനെ കുറിച്ച് ചോദിക്കുക, മിസ്റ്റർ നമ്മിനെ കുറിച്ച് ചോദിക്കുക എന്നൊക്കെയുള്ള ഉദ്ദേശത്തിലാണ് മിന്നോക്ക് ജോങ്വുവിന്റെ അമ്മയെ മീറ്റ് ചെയ്തിരിക്കുന്നത്. വൂജിനും കൂടെ ഉണ്ട് കേട്ടോ. ആ കീ ചെയിൻ കാണുന്ന സമയത്ത് വൂജിൻ മിന്നോക്കിനോട് ഇതില് കുറ്റവാളിയുടെ DNA ഉണ്ടാവില്ലേ, സോ അവനെ കണ്ടുപിടിക്കാൻ ഈസി അല്ലേ എന്ന് ചോദിക്കുന്നു. ഈ കീ ചെയിൻ കിട്ടിയാൽ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് അത് പോസിബിൾ അല്ല എന്ന് പറഞ്ഞ മിന്നോക്ക് ജോങ്വുവിന്റെ അമ്മയോട് നിങ്ങൾ ജയിലിൽ വെച്ച് ട്രീറ്റ്മെന്റ് കൊടുത്ത സമയത്ത് ആ ട്രീറ്റ്മെന്റ് ആക്സെപ്റ്റ് ചെയ്തവരുടെ ലിസ്റ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നു. ആ ചോദ്യത്തിന് വൂജിനാണ് ആൻസർ ചെയ്യുന്നത്. വൂജിൻ സംഭവം എന്താന്ന് വെച്ചാൽ ജയിൽവാസികൾക്ക് അവരുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് പുറത്തു വരുന്നത് ഇഷ്ടമല്ല. സോ അവരുടെ പേര് പോലും അറിയാതെയാണ് ഞങ്ങൾ ട്രീറ്റ്മെന്റ് കൊടുക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ലിസ്റ്റോ അങ്ങനെയൊന്നും ഞങ്ങളുടെ കയ്യിലില്ല എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇയാളെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അവളുടെ ബ്രദറിന്റെ ഫോട്ടോ ജോങ്വുവിന്റെ അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കുന്നു. മകന്റെ ഗേൾഫ്രണ്ടിന്റെ കൊലയാളിയെ അമ്മയ്ക്ക് അറിയാതിരിക്കുവോ? ഇവനോ എന്ന് ചോദിച്ചു ജോങ്വുവിന്റെ അമ്മ ഇൻസിഡന്റിനെ കുറിച്ച് പറയുന്നത് കേട്ട് മിന്നോക്ക് നിങ്ങൾക്ക് ആ ഇൻസിഡന്റ് അറിയാവോ എന്ന് ചോദിക്കുന്നു. അപ്പോഴാണ് വൂജിൻ മിന്നോക്കിനോട് ഇത് ജോങ്വുവിന്റെ അമ്മയാണ് എന്ന കാര്യം പറയുന്നത്. ദൈവമേ, വിക്ടിമിന്റെ ഫാമിലിയോട് തന്നെ പോയിട്ട് ഞാൻ എങ്ങനെയാ കൊലയാളിയെ കുറിച്ച് ചോദിച്ചേ എന്ന് ചിന്തിച്ച് മിന്നോക്ക് കോപ്പറേറ്റ് ചെയ്തതിന് താങ്ക്സ് പറഞ്ഞ് പെട്ടെന്ന് തന്നെ അവിടുന്ന് പോകുന്നു. അതിന്റെ ഇടയിൽ മിസ്റ്റർ നമ്മിന്റെ മകൾ അവൾക്ക് കോൾ ചെയ്ത് അന്ന് മാം എനിക്കൊരു ഫോട്ടോ കാണിച്ചു തന്നില്ലേ, ആ ചേട്ടനെ കുറിച്ച് എന്റെ വീടിന്റെ അടുത്തുള്ള ചേച്ചിക്ക് എന്തെങ്കിലും അറിയോന്ന് ചോദിച്ചു നോക്കിയാലോ എന്ന് ചോദിക്കുന്നു. ഓ അത് ശരിയാണല്ലോ അല്ലെ, അന്ന് രാത്രി മിസ്റ്റർ നമ്മിനെ കാണാൻ വന്നയാളെ അവര് കണ്ടിട്ടുണ്ടായിരുന്നു എന്നല്ലേ പറഞ്ഞത് എന്ന് മിന്നോക്കും ചോദിക്കുന്നു. ഈ സമയത്താണ് വൂജിൻ അങ്ങോട്ടേക്ക് വരുന്നത്. അവള് കോള് കട്ട് ചെയ്തതിനു ശേഷം വൂജിൻ മിന്നോക്കിനോട് ജോങ്വു കാരണം മരിച്ച ആളില്ലേ, അയാളും ഇപ്പൊ താൻ ഫോട്ടോയിൽ കാണിച്ചു തന്ന ആളും ഞങ്ങളുടെ പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ആ പ്രോഗ്രാമിൽ പങ്കെടുത്തവരുടെ പേരും ഡീറ്റെയിൽസ് ഒന്നും അറിയത്തില്ല, പക്ഷെ അന്ന് ഞങ്ങളൊരു ഫോട്ടോ എടുത്തതിൽ ഇവര് രണ്ടുപേരും ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ഇപ്പൊ മിന്നോക്ക് മിസ്റ്റർ നമ്മിന്റെ നെയ്ബറോട് തന്റെ ബ്രദറിന്റെ ഫോട്ടോ കാണിച്ച് ഇയാളെ ആയിരുന്നു അന്ന് കണ്ടിട്ടുണ്ടായിരുന്നത് എന്ന് ചോദിക്കുന്നു. നെയ്ബർ അന്ന് നല്ല ഇരുട്ടായിരുന്നു, സോ ഞാൻ ഫേസ് കണ്ടിട്ടില്ല, സോ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് പറയുന്നു. ആ ഒരു വഴി അടഞ്ഞല്ലോ എന്ന് കരുതി പോകുന്ന മിന്നോക്കിനോട് നെയ്ബർ ഇനി ഈ ഒരു കാര്യത്തിന് വേണ്ടി എന്നെ ബുദ്ധിമുട്ടിക്കരുതെന്നും പറയുന്നുണ്ട്. ഒരു ഇൻവെസ്റ്റിഗേഷന് ഹെൽപ്പ് ചെയ്യാന്ന് വെച്ചാൽ തലവേദന പിടിച്ച പരിപാടിയാണെന്ന് മിന്നോക്കിനും അറിയാം. സോ അവൾ ഇത്രയും ദിവസം സഹകരിച്ചതിന് നെയ്ബറോട് താങ്ക്സ് പറയുന്നു. മിസ്റ്റർ നമ്മിന്റെ മകളെയും കൂട്ടി അവിടുന്ന് പോവുകയും ചെയ്യുന്നു. എന്നാൽ ഇതെല്ലാം ആരോ ഫോളോ ചെയ്യുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ വൂജിൻ ജോങ്വുവിനോട് സംസാരിക്കുവാണ്. വൂജിൻ നീ ഒന്നുകിൽ ഒരേ ഒരു മോനല്ല, എന്നിട്ടാണോ നീ നിന്റെ അമ്മയോട് അതുപോലെ ബിഹേവ് ചെയ്തേ എന്ന് ചോദിക്കുന്നു. ഓ മനസ്സിലായിട്ടുണ്ട്, ഇനി ദയവ് ചെയ്ത് ഉപദേശിക്കാൻ നിൽക്കല്ലേ എന്ന് പറഞ്ഞു പോകുന്ന ജോങ്വുവിനോട് വൂജിൻ ഞാൻ മിന്നോക്കിനെ കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു. കൂടെ തന്നെ നിന്നെ ഫോളോ ചെയ്തത് അവളുടെ കൊലയാളിയായിരുന്നല്ലേ, അവൻ റിലീസ് ആയിട്ടുണ്ടല്ലേ എന്ന് ചോദിക്കുന്നു. നീ ഇതൊക്കെ ഇപ്പൊ എവിടുന്നാ കേട്ടെ എന്ന് ജോങ്വു ചോദിക്കുന്നതിന് മിസ്റ്റർ നമ്മും അവളുടെ കൊലയാളിയും ഒരേ ജയിലിലായിരുന്നു ഉണ്ടായിരുന്നത്. അവരൊരുമിച്ച് വോളണ്ടിയർ ക്യാമ്പിലും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതറിഞ്ഞ മിന്നോക്ക് നിന്റെ അമ്മയെ കാണാൻ വന്നു, പിന്നെ ഞാനും അവിടെ ഉണ്ടായിരുന്നു. മിസ്റ്റർ നമ്മിന്റെ കേസിലാണ് മിന്നോക്ക് ഇവനെ തിരഞ്ഞുകൊണ്ട് നടക്കുന്നത് എന്ന് വൂജിൻ പറയുന്നു. ജോങ്വു
അപ്പൊ ഇവര് രണ്ടുപേരും തമ്മിലുള്ള ബന്ധം മിന്യൂക്കിനെ അറിയാമായിരുന്നോ എന്ന് ചോദിക്കുന്നു. എന്തു പറ്റി, നിന്നോട് അവള് വേറെ എന്തെങ്കിലും ആയിരുന്നോ പറഞ്ഞേ എന്ന് വൂജിൻ ചോദിക്കുന്നത് കേട്ട് ജോങ്വോ പെട്ടെന്ന് തന്നെ അവിടുന്ന് പോകുവാണ് ചെയ്യുന്നത്. അവൻ വരുന്നത് മിന്യൂക്കിന്റെ ബ്രദർ താമസിക്കുന്ന സ്ഥലത്തേക്കാണ്. തന്നെ ഫോളോ ചെയ്യുന്നതും കൊല്ലാൻ ശ്രമിക്കുന്നതും മിസ്റ്റർ നമ്മിനെ കൊന്നതും എല്ലാം ആലോചിച്ച് ദേഷ്യത്തോടെ അവൻ ഡോറിന്റെ ലോക്ക് പൊട്ടിച്ച് അകത്തേക്ക് കടക്കുന്നു. ഡോറിന് മൂവ്മെന്റ് ഉണ്ടെന്നും പറഞ്ഞ് മിന്യൂക്കിന് ഇവിടെ നോട്ടിഫിക്കേഷനും വരുന്നുണ്ട് കേട്ടോ. രാവിലെ ബ്രദറിന്റെ അഡ്രസ്സിലേക്ക് വന്ന സമയത്ത് അവിടെ ഒരു ഡോർ സെൻസറും വെച്ചിട്ടായിരുന്നു അവള് പോയെ. ആ സെൻസറിൽ നിന്നുമാണ് ഇപ്പൊ മിന്യൂക്കിന് നോട്ടിഫിക്കേഷൻ കിട്ടിയിട്ടുള്ളത്. ഇവിടെ വീട്ടിലേക്ക് കയറിയ ജോങ്വോ ആണെങ്കിൽ ആകെ ഷോക്ക് ആയിരിക്കുവാണ്. കാരണം തന്റെ ഗേൾഫ്രണ്ടിനെ കൊന്ന ന്യൂസ് ആണ് ആ വീട്ടിൽ മുഴുവനും ഉള്ളത്. കൂടെ ജോങ്വോന്റെയും മിന്യൂക്കിന്റെയും എല്ലാം ഫോട്ടോയും ഉണ്ട്. അവന്റെ സിസ്റ്റർ പോലീസിലാണ് എന്ന് ജോങ്വോന്റെ ഫ്രണ്ട് അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആ പോലീസ് മിന്യൂക്കാണ് എന്ന കാര്യം അപ്പോഴാണ് ജോങ്വോന് മനസ്സിലാവുന്നത്. എന്തുകൊണ്ടായിരുന്നു മിന്യൂക്ക് പെട്ടെന്ന് സെൻസിറ്റീവ് ആയതെന്നും എന്തുകൊണ്ടായിരുന്നു മിന്യൂക്ക് തന്നെ അവോയ്ഡ് ചെയ്തത് എന്നതിനുള്ള ഉത്തരം ആ ഫോട്ടോ കാണുന്ന സമയത്ത് ജോങ്വോ മനസ്സിലാക്കുവാണ്. ഇപ്പൊ മിന്യൂക്കും അങ്ങോട്ടേക്ക് വരുന്നു. ബ്രദറിനെ പ്രതീക്ഷിച്ചാണ് അവൾ ആ വീട്ടിലേക്ക് കയറുന്നത്. എന്നാൽ ബ്രദറിന് പകരം അവിടെ ഉള്ളത് ജോങ്വോ ആണ്. ജോങ്വോ എല്ലാ കാര്യവും അറിഞ്ഞിട്ടുണ്ടെന്നും മിന്യൂക്കിന് മനസ്സിലാവുന്നു. എന്റെ ബ്രദർ ചെയ്ത തെറ്റിന് നിന്നോട് എനിക്ക് സോറി ചോദിക്കാൻ പറ്റും, പക്ഷെ എന്നെ സംബന്ധിച്ച് ഒരിക്കലും ഞാൻ അതല്ല ചെയ്യേണ്ടത്. എന്തുകൊണ്ടാണ് അവൻ ഇതെല്ലാം ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കാനാണ് എനിക്ക് തോന്നിയത്. അതിനാണ് ഞാൻ ട്രൈ ചെയ്തതും. അല്ലാതെ ഇതൊന്നും നിന്നിൽ നിന്നും മറച്ചു വെക്കണം, നിന്നെ ചതിക്കണം എന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് പറയുന്നു. എന്നാ ജോങ്വോ, ഞാൻ അവനെ കണ്ടുപിടിക്കുന്നതിനേക്കാളും നീ അവനെ കണ്ടുപിടിക്കുന്നതായിരിക്കും നിനക്കും അവനും നല്ലത് എന്ന് ദേഷ്യത്തോടെ പറയുവാണ് ചെയ്യുന്നത്. അതിനൊരു ആൻസറും കൊടുക്കാതെ അവനെ നോക്കി നിൽക്കാൻ മാത്രമേ മിന്യൂക്കിന് സാധിക്കുന്നുള്ളൂ. ഇവിടെ നെയ്ബറും മിസ്റ്റർ നമ്മിന്റെ മകളും നെയ്ബറുടെ വീട്ടിലിരുന്നുകൊണ്ട് ഡ്രിങ്ക്സ് കഴിച്ചുകൊണ്ടിരിക്കുവാണ് കേട്ടോ. സംസാരിച്ച് മിസ്റ്റർ നമ്മിന്റെ മോള് അവിടെ തന്നെ ഉറങ്ങുകയും ചെയ്യുന്നു. നെയ്ബറും അവളെ വിളിച്ചെഴുന്നേൽപ്പിക്കുന്നൊന്നുമില്ല. ഒരു ബ്ലാങ്കറ്റ് ഒക്കെ പുതപ്പിച്ചു കൊടുത്ത് ഉറങ്ങാൻ പോകുന്നു. ഇപ്പൊ നെയ്ബർ വെള്ളം കുടിക്കാൻ വേണ്ടി എഴുന്നേറ്റ് വന്നേക്കുവാണ് കേട്ടോ. ഈ സമയത്ത് എന്തോ ഒരു സൗണ്ട് കേൾക്കുന്നു. തന്റെ ഡോറിന്റെ ലോക്ക് ആരോ തുറക്കുവാണെന്ന് മനസ്സിലാക്കുന്നതും നെയ്ബർ ഒരുപാട് പേടിച്ച് ഒരു സ്ഥലത്ത് ഒളിഞ്ഞിരിക്കുന്നു. ഇപ്പൊ വീട്ടിലേക്ക് വന്നിരിക്കുന്ന ആള് ധരിച്ചിരിക്കുന്ന ഷൂവും അന്ന് മിസ്റ്റർ നമ്മിനെ കാണാൻ വേണ്ടി വന്ന ആള് ധരിച്ചിരിക്കുന്ന ഷൂവും സെയിം ആണെന്ന് കണ്ട് നെയ്ബർ ആകെ ഷോക്കായി പോകുവാണ്. മിസ്റ്റർ നമ്മിന്റെ കൊലയാളിയാണ് ഇപ്പൊ തന്നെ വീട്ടിലുള്ളതെന്ന് അറിഞ്ഞ് നെയ്ബറിന് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. കൺട്രോൾ റൂമിലേക്ക് വിളിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ആ ഒരു ശ്രമം നടക്കുന്നില്ല. അതിനു മുന്നേ അയാൾ വന്ന് നെയ്ബർ ഒളിച്ചിരിക്കുന്ന റൂമിന്റെ ഡോർ ഓപ്പൺ ചെയ്യുവാണ്. എന്തോ ഭാഗ്യത്തിന് നെയ്ബർ രക്ഷപ്പെടുന്നു. ഇനിയും കൺട്രോൾ റൂമിലേക്ക് വിളിച്ച് റിസ്ക് എടുക്കാൻ പറ്റില്ലല്ലോ. സോ മിസ്റ്റർ നമ്മിന്റെ കൊലയാളി ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ് മിന്യൂക്കിന് മെസ്സേജ് ചെയ്യുന്നു. മിന്യൂക്ക് പിന്നെ ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല, പെട്ടെന്ന് തന്നെ അങ്ങോട്ട് തിരിക്കുന്നു. ജോങ്വും അവളുടെ പുറകെ പോകുന്നുണ്ട്. ഇവിടെ മിസ്റ്റർ നമ്മിന്റെ മകളായിരുന്നല്ലോ സോഫയിൽ ഉറങ്ങുന്നുണ്ടായിരുന്നേ. കൊലയാളി വിചാരിക്കുന്നത് അതാണ് നെയ്ബർ എന്നാണ്. സോ കൊലയാളി മിസ്റ്റർ നമ്മിന്റെ മകളെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുവാണ്. ആ ഗേൾ അവളുടെ മാക്സിമം ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതുപോലെ ഒരാളുടെ മുന്നിൽ അവൾക്ക് ഡിഫെൻഡ് ചെയ്യുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ടല്ലോ. ഇനിയും നിന്നാൽ അവളുടെ ജീവൻ നഷ്ടപ്പെടുമെന്ന് തോന്നുന്നതും നെയ്ബർ പെട്ടെന്ന് തന്നെ കൊലയാളിയുടെ ഫോട്ടോ എടുക്കുന്നു. ആ വീട്ടിൽ രണ്ടുപേരുണ്ടാവും എന്ന ട്വിസ്റ്റ് അയാൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ആദ്യം ഒന്ന് പതറിപ്പോയെങ്കിലും അയാൾ തന്റെ മിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട് കേട്ടോ. മിസ്റ്റർ നമ്മിന്റെ മകളെ കുത്തിയതിനു ശേഷം നെയ്ബറിന്റെ നേരെ കൊലയാളി പോകുവാണ് ചെയ്യുന്നത്. ഇത് കാണിച്ചുകൊണ്ടാണ് കേട്ടോ 5ാമത്തെ എപ്പിസോഡ് തീരുന്നത്.